അപ്പോ നമുക്ക് തുടങ്ങാം. Yes. Let's see. ഓഡിയോ ക്ലിയർ അല്ലേ? അതെ അതെ. ഓക്കെ ഫൈൻ. യെസ്. ഓക്കെ. ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യാമോ? സ്ക്രീൻ വിസിബിൾ അല്ലേ? സ്ക്രീൻ ചെറുതാണ് കേട്ടോ. ഓക്കെ. ഓക്കെ ഓക്കെ ഫൈൻ. ഇപ്പോഴോ? ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. ഓക്കെ. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും വെൽക്കം. ആൻഡ് ഇത് നമ്മൾ ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു വളരെ സ്മോൾ ക്രാഷ് കോഴ്സാണ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഓക്കെ. ഇൻ ബിറ്റ്വീൻ ഓഡിയോ ഒന്നും ക്ലിയർ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രസന്റേഷൻ നിങ്ങൾക്ക് സ്ലൈഡ്സ് ഒന്നും മാറുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒരു ഇത് ഇൻഫോ തരണേ, ബിക്കോസ് എനിക്ക് സ്ക്രീൻ ചാറ്റ് സ്ക്രീൻ ഒന്നും കാണുന്നില്ല. ഓക്കെ. സോ ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഓക്കെ. സോ ഫസ്റ്റ് ബിസിനസ് ഡാറ്റ അനലിറ്റിക്സിൽ ടോട്ടൽ 4 മൊഡ്യൂളുണ്ട്. ഓക്കെ. ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ സയൻസ് ഫോർ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്, ഡാറ്റ പ്രോസസ്, സെക്കൻഡ് മൊഡ്യൂൾ ഡാറ്റ പ്രോസസ്സിംഗ്, ഓർഗനൈസേഷൻ, ക്ലീനിങ് ആൻഡ് വാലിഡേഷൻ, തേർഡ് ഡാറ്റ പ്രസന്റേഷൻ, വിഷ്വലൈസേഷൻ ആൻഡ് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ, ആൻഡ് ഫോർത്ത് ഡാറ്റ അനാലിസിസ് ആൻഡ് മോഡലിംഗ്. ഓക്കെ. സോ ഇന്നത്തെ 1.5 hours നാല് മൊഡ്യൂളും കൂടെ കവർ ചെയ്യാനല്ല, ദ വെരി ഫസ്റ്റ് വൺ, ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ സയൻസ് ഫോർ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് എന്ന മൊഡ്യൂൾ, ലൈക്ക് ഹൗ മച്ച് വി ക്യാൻ കവർ. അപ്പോൾ അത്രയും കവർ ചെയ്ത് പ്ലസ് നേരത്തെ ഇയേഴ്സിൽ വന്ന ഒരു 2-3 മെയിൻ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ടോപ്പിക്, അത് വരാൻ വളരെ ചാൻസ് കൂടുതലുള്ള ആ ടോപ്പിക്സും നമ്മളൊന്ന് കാണും. ഓക്കെ. സോ ഫസ്റ്റ്, ആസ് എ സെറ്റ്, ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ സയൻസ് ഫോർ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്, അതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. ആൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ബേസിക്കലി ഈ ടോപ്പിക് അല്ലെങ്കിൽ ഈ മൊഡ്യൂൾ, ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ സയൻസ് ഫോർ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്, ഈ മൊഡ്യൂൾ എന്തൊക്കെയാണ്? വെരി ഫസ്റ്റ് വൺ, മീനിങ്, നേച്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് സ്കോപ്പ് ഓഫ് ഡാറ്റ. ബിക്കോസ് ഈ മൊഡ്യൂളിന്റെ ടോപ്പിക് തന്നെ ബിസിനസ് ഡേറ്റ ആൻഡ് അനലിറ്റിക്സ് അല്ലേ? ലൈക്ക് നോട്ട് ദി മൊഡ്യൂൾ, ദി ഓവറോൾ സബ്ജക്ട് ബിസിനസ് ഡേറ്റ ആൻഡ് അനലിറ്റിക്സ്. സോ ഡേറ്റനെ എങ്ങനെ ഒരു ബിസിനസ്സിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഹോൾ സബ്ജക്ട്. സോ 4 മൊഡ്യൂളായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ദ വെരി ഫസ്റ്റ് വൺ വളരെ ഇൻട്രൊഡക്ടറി ആയിട്ട് എന്താണ് ഡേറ്റ, എന്താണ് ഇൻഫർമേഷൻ, എങ്ങനെയാണ് അതിനെ ഒരു ബിസിനസ് ഡിസിഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതാവും. സോ ദ വെരി ഫസ്റ്റ് വൺ, മീനിങ് എന്താണ്, നേച്ചർ എന്താണ്, അല്ലെങ്കിൽ ഡേറ്റയുടെ പ്രോപ്പർട്ടീസ് എന്താണ്, സ്കോപ്പ് ഓഫ് ഡേറ്റ എന്താണ്, ഇങ്ങനത്തെ വെരി ബേസിക് ഡെഫിനിഷൻസ് ഒക്കെയാണ് വെരി ഫസ്റ്റ് വൺ. സെക്കൻഡ്, നമ്മൾ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ടൈപ്സ് ഓഫ് ഡേറ്റ ഇൻ ഫിനാൻസ് ആൻഡ് കോസ്റ്റിംഗ്, ബിക്കോസ് നമ്മൾ ഒരു ബിസിനസ്സിൽ എങ്ങനെ ഈ ഡേറ്റനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെയാണ് നോക്കുന്നത്. സോ
എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡേറ്റ ഒരു ഫിനാൻഷ്യൽ കോസ്റ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിൽ ഉണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ ഡിജിറ്റൈസേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഈ സബ്ജക്റ്റിൽ നിന്ന് വരുന്ന മോസ്റ്റ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഒരു 7 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്കാണ്, 10 മാർക്ക് വരെ പോകാറില്ല. 7 മാർക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരുവാണെങ്കിൽ അത് ഈ ഡിജിറ്റൈസേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡേറ്റ ടു ഡിസിഷൻ റെലവെന്റ് ഇൻഫർമേഷൻ എന്നീ ടോപ്പിക്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാനത് പോയിന്റ് ആയിട്ട് ഇട്ടേക്കുന്നത്. ബട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യും. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫോർ ക്വാളിറ്റി ഡിസിഷൻ മേക്കിംഗ്, പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം റിഗാർഡിംഗ് ഡേറ്റ. ആ വാക്കിന്റെ മീനിങ് പഠിക്കുമ്പോൾ തന്നെ ലൈക്ക് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം റിഗാർഡിംഗ് ഡേറ്റ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ടോപ്പിക് ഓവറോൾ മനസ്സിലാവേണ്ടതാണ് ആൻഡ് നമ്മളത് നോക്കും. ഓക്കെ, പിന്നെ ആൻഡ് വെരി ലാസ്റ്റ് എത്തിക്കൽ യൂസ് ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. സോ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നില്ല, നമുക്ക് വളരെ സ്ലോ ആയിട്ട് തന്നെ ഈ ടോപ്പിക് എടുക്കാം. ബിക്കോസ് അത് കവർ ആവും, ഒരു 1.5 hours ഇത് കവർ ആവും. ആൻഡ് ഇൻ ബിറ്റ്വീൻ ആസ് എ ടോൾഡ് ഇന്ററാക്റ്റീവ് ആക്കാം, ബിക്കോസ് നമുക്ക് ചെറിയൊരു ഓഡിയൻസ് ആണ്. പ്ലസ് എനിക്ക് നോട്ട് ജസ്റ്റ് എനിക്കല്ല, നമുക്ക് എന്തെങ്കിലും ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ യു ക്യാൻ ആസ്ക് ഡയറക്ട്ലി ആ മൊമെന്റിൽ തന്നെ, ടു ദ വെരി ലാസ്റ്റ് വെക്കണ്ട. ഓക്കെ, അത് ഓക്കെ അല്ലേ എല്ലാവർക്കും? മേ ബി ആർക്കെങ്കിലും മ്യൂട്ട് ചെയ്ത് യെസ് പറയാം, ഓർ ചാറ്റ് സ്ക്രീൻ ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, യെസ്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഈ ടോപ്പിക്കിൽ ദ വെരി ഫസ്റ്റ് വൺ മീനിങ്, നേച്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് സ്കോപ്പ് ഓഫ് ഡേറ്റയാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ഡേറ്റ, എന്താണ് ഇൻഫർമേഷൻ, എന്താണ് നോളജ്? സോ ഈ 3 ബേസിക് ടേംസ് ആണ് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, സോ മേ ബി ആ ഡെഫിനിഷൻ ലൈക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ ഉള്ള ആ പ്രോപ്പർ ഡെഫിനിഷൻ പോകുന്നതിന് മുമ്പ് ഡേറ്റ എന്താണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താവും, അല്ലെങ്കിൽ നോളജ് എന്താവും എന്നുള്ള ലൈക്ക് ഒരു ഡിഫറൻസിയേഷൻ എന്താന്ന് ലൈക്ക് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉള്ള രീതിയിൽ ചാറ്റിലൊന്ന് ഇടാവോ എല്ലാവരും? നിങ്ങൾക്ക് ഡേറ്റ എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് എന്താവും? ഒരു 1 ലൈൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ഒരു 1 മിനിറ്റ് തരാം. ഡേറ്റ, ഇൻഫർമേഷൻ ആൻഡ് നോളജ്. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ, ഇറ്റ്സ് ഫൈൻ. തെറ്റിപ്പോയാലും ഇറ്റ്സ് ഫൈൻ. അറ്റ്ലീസ്റ്റ് ഡേറ്റ എന്താ ഒരു എക്സാമ്പിൾസ് ഇട്ടാലും മതി. ഡേറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എന്തിടും? ഫയൽസ്. ഓക്കെ, സന ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ. വിച്ച് ഇസ് കറക്റ്റ്. ഇത് ഓൺ വൺ കോണ്ടെക്സ്റ്റ് അത് കറക്റ്റ് ആണ്, ഫയൽസിൽ ഡേറ്റ സ്റ്റോർഡ് ആണ്. ബട്ട് വേറെ ഇപ്പൊ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞപ്പോ എന്താവും? ഓക്കെ, മേ ബി കുറെ ടൈം കളയണ്ട. ബട്ട് യെസ്, ഫയൽസ് അതിൽ ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണ്. അതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇൻഫർമേഷൻ. സംതിങ് ഫ്രം ദിസ് ഡേറ്റ. ഓക്കെ, ഓക്കെ, അത് യെസ് കുറച്ചുകൂടെ ആപ്റ്റ് ആണ്. സംതിങ് ഫ്രം ദിസ് ഡേറ്റ, യെസ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്നാ സ്ലൈഡ് ചെയ്യുന്ന ലൈക്ക് നമുക്ക് ഡെഫിനേഷൻ വൈസ് തന്നെ നോക്കാം. ഓക്കെ, സോ ഡേറ്റ, ഇൻഫർമേഷൻ, നോളജ് മൂന്നിന്റെയും ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ദ വെരി ഫസ്റ്റ് വൺ, ഡേറ്റ. ഡേറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ്, നമ്പേഴ്സ് ഓർ സിമ്പിൾസ് ദാറ്റ് ഹാവ് നോ മീനിങ് ഓൺ ദിയർ ഓൺ. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 100 അല്ലെങ്കിൽ എന്തെങ്കിലും വേർഡ്സ് അല്ലെങ്കിൽ ഇമോജീസ് ഇതിട്ടാൽ പോലും അത് ഡേറ്റയാണ്. ഓക്കെ, ലൈക്ക് അത് തന്നെയായിട്ട് അല്ലെങ്കിൽ ആ ഒരു നമ്പർ അല്ലെങ്കിൽ സിമ്പിൾ മാത്രമായിട്ട് ഇറ്റ് ഡസൻ ഹാവ് എനി മീനിങ്. ജസ്റ്റ് അതിനെന്തെങ്കിലും കോണ്ടെക്സ്റ്റ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ അതിനെന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ മീനിങ് ഉണ്ടാവുള്ളൂ. സോ ദ വെരി റോ ഫാക്ട്സ്, നമ്പേഴ്സ് ഓർ സിമ്പിൾസ് ദാറ്റ് ആർ നോ മീനിങ് ആണ് ഡേറ്റ. ഓക്കെ, സോ ജസ്റ്റ് ദി നമ്പർ 100, 200, 300 ഇതൊക്കെ ഡേറ്റയാണ്. ഓക്കെ, മേ ബി നിങ്ങളുടെ റോൾ നമ്പർ 1, 2, 3, 4 അത് നമ്പർ വൈസ് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ജസ്റ്റ് ഡേറ്റയാണ്. ഓക്കെ, ഇനി ഇൻഫർമേഷൻ. സോ ഡേറ്റ നമ്പേഴ്സ് ലൈക്ക് റോ ഫാക്ട്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ആണ് ഡേറ്റ. ഇനി ഇൻഫർമേഷൻ എന്താണ്? പ്രോസസ്ഡ്
or organize the data that has meaning. Okay. അതിന്റെ എക്സാമ്പിൾസ് സെയിൽസ് ഓഫ് ജാനുവരി വേർ 100 യൂണിറ്റ്സ്, അല്ലെങ്കിൽ റോൾ നമ്പർ 1 ഇപ്പം അഭിഷേക്, അല്ലെങ്കിൽ റോൾ നമ്പർ 20 സന. അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ ഡേറ്റയുടെ കൂടെ ഒരു കോണ്ടെക്സ്റ്റും കൂടെ ആഡ് ചെയ്താൽ അത് ഇൻഫർമേഷൻ ആണ്. അതിൽ നിന്ന് എന്തോ നിങ്ങൾക്ക് മീനിങ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ. സോ അതാണ് ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഡെഫിനേഷൻ വൈസ് നിങ്ങൾ പഠിക്കുക. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ഓർ ഓർഗനൈസ്ഡ് ഡേറ്റ ദാറ്റ് ഹാസ് മീനിങ്. എക്സാമ്പിൾസും നിങ്ങൾ പഠിക്കുക. ഓക്കെ. പിന്നെ നോളജ്, ദി അണ്ടർസ്റ്റാൻഡിങ്, ഇൻസൈറ്റ്സ് ഓർ എക്സ്പീരിയൻസ് ഗെയിൻഡ് ഫ്രം അനലൈസിങ് ഇൻഫർമേഷൻ. ഇതാണ് നോളജ്. ഇപ്പം മേ ബി ഇവിടെ എക്സാമ്പിൾ കൊടുത്തു തന്നെ നമുക്ക് എടുക്കാം. സെയിൽസ് ആർ ഇൻക്രീസിങ് ഈച്ച് മന്ത്. അത് ഒരു നോളജ് ആണ്. ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഇപ്പം മേ ബി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ, നിങ്ങളിപ്പോൾ ഒരു കമ്പനി ഉണ്ടെന്ന് ഓർക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ടെന്ന് ഓർക്കുക. ഇന്ന് നിങ്ങൾ ഇത്രയും യൂണിറ്റ്സ് ഓഫ് നിങ്ങളുടെ പ്രൊഡക്റ്റ് വിറ്റു, മേ ബി 100. ഓക്കെ, ഇന്ന് ഞാൻ 100 യൂണിറ്റ്സ് ഓഫ് എൻ്റെ പ്രോഡക്റ്റ് വിറ്റു. നാളെ ഞാനത് 200 യൂണിറ്റ്സ് വിറ്റു. മേ ബി ഒരു മന്തിൽ ഞാൻ, മേ ബി ലാസ്റ്റ് മന്ത് ഞാൻ ഇൻ ടോട്ടൽ ഒരു 600 യൂണിറ്റ്സ് വിറ്റു. ഈ മാസം ഞാൻ ഒരു 1000 യൂണിറ്റ്സ് വിറ്റു. ഓക്കെ, സോ ലാസ്റ്റ് മന്ത് 600. അതിന്റെ മുമ്പ് മേ ബി നിങ്ങൾ ഒരു 300 കൺസിഡർ ചെയ്തോളൂ. ഓക്കെ, ദ വെരി മന്ത് ബിഫോർ ലാസ്റ്റ്. സോ 300, പിന്നെ അത് 600 ആയിരുന്നു, പിന്നെ അത് ഇപ്പൊ 1000 ആണ്. ഓക്കെ, യു ആർ സ്റ്റാൻഡിങ് ഇൻ 1000. സോ നിങ്ങൾ ഇതിൽ ഡേറ്റ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ വെരി ജസ്റ്റ് വാല്യൂസ്. ഓക്കെ, 300, 600, 1000. ബട്ട് നിങ്ങൾ അതിനോടൊരു കോണ്ടെക്സ്റ്റും കൂടെ കൊടുത്തു. എന്ത്? സോൾഡ് ഔട്ട് പ്രോഡക്റ്റ് യൂണിറ്റ്സ് ഫ്രം ഈച്ച് മന്ത്. ഓക്കെ, അപ്പോൾ 300 യൂണിറ്റ്സ് ഓഫ് യുവർ പ്രോഡക്റ്റ് ബിഫോർ 1 മന്ത്, ലാസ്റ്റ് മന്തിൽ 600, ആൻഡ് ദിസ് മന്ത് നിങ്ങൾ 1000 ആണ്. സോ ഇതിൽ നിന്ന് നോളജ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സെയിൽസ് ഇൻക്രീസിങ് ആവുകയാണ് ഈച്ച് മന്ത്. ഓക്കെ, എന്നുള്ളതാണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സോ അതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന നിങ്ങളുടെ ഇൻസൈറ്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്. സോ ഇതാണ് നോളജ്. സോ ഈ മൂന്നിന്റെ ഡിഫറൻസിയേഷൻ ആസ് ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കുക, ആൻഡ് ഓൾസോ ഈ ഇത് മനസ്സിലാക്കുക. ഇതാണ് ഡേറ്റ, ഇൻഫർമേഷൻ ആൻഡ് നോളജ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ലൈക്ക് ഡേറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണ്, നോളജ് എന്താണ്? അതിൽ ഡൗട്ട്സ് ആയിട്ടൊന്നുമില്ലല്ലോ. വളരെ ബേസിക് ഡെഫിനിഷൻ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ചാറ്റ് ഉപയോഗിക്കാം കേട്ടോ. ബിക്കോസ് ദി ഹോൾ സബ്ജക്ട് ടു ദ വെരി ലാസ്റ്റ് നിങ്ങൾ കേൾക്കാൻ പോകുന്നതാണ് ഡേറ്റ, ഇൻഫർമേഷൻ, നോളജ് എന്നുള്ളത്. ലൈക്ക് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡ് ഇൻ ഓൺ, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ബട്ട് നിങ്ങൾക്ക് അപ്പോൾ ഒരു ഐഡിയ വേണം. ഡേറ്റ എന്ന് പറഞ്ഞാൽ ആസിൻ സച്ച് അതിനൊരു മീനിങ് ഇല്ല. നിങ്ങളൊരു കോൺടെക്സ്റ്റ് കൊടുത്താൽ അതിനൊരു, അല്ലെങ്കിൽ ഒരു മീനിങ് വന്നാൽ അത് ഇൻഫർമേഷനായി മാറി. യാ, ഓക്കെ. ഓക്കെ, ഇതും ജസ്റ്റ് വേറൊരു എക്സാമ്പിൾ ആണ്. മേ ബി ജസ്റ്റ് കുറച്ച് സമയം അതിൽ സ്പെൻഡ് ചെയ്തിട്ട്, ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്പറും അല്ലെങ്കിൽ ഡേറ്റാസ്, ജസ്റ്റ് സെക്കൻഡ്, നമ്പർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് മാത്രമല്ല, സിമ്പിൾസും. ഓക്കെ, മേ ബി നിങ്ങൾ ഇവിടുത്തെ ചിലരുടെ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇമോജി. ഓക്കെ, നിങ്ങൾ ഈ ചിരിക്കുന്ന ഇമോജി നിങ്ങൾ ആ സിമ്പിൾ മാത്രമായിട്ടാണെങ്കിൽ ഇറ്റ് ഡസന്റ് ഹാവ് എനി മീനിങ്. ഓക്കെ, ഓക്കെ, ഒരു ചിരിക്കുന്ന ഇമോജി, ദാറ്റ്സ് ഓൾ. പക്ഷെ നിങ്ങളൊരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ആർക്കെങ്കിലും ടെക്സ്റ്റ് ചെയ്യണം, ആയിക്കോട്ടെ പ്രൊമോഷൻ, അല്ലെങ്കിൽ ഞാൻ എക്സാം ക്ലിയർ ആയി, കൂടെ ഈ ഇമോജിയും കൂടെ ഇട്ടാൽ ദേ വുഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇതിൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ഉണ്ട് ഈ ഇമോജിക്ക്. ഈ ഇമോജി ഒരു മീനിങ് ഫുൾ കോണ്ടെക്സ്റ്റിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അതിനൊരു ഇൻഫർമേഷനായി മാറി. അപ്പോൾ പിന്നെ ഇതിന് നോളജ്. സോ നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങൾക്ക് ഇത് റിസീവ് ആയ ഒരാൾ, ഓക്കെ, നിങ്ങളുടെ ഈ മെസ്സേജ് റിസീവ് ആയിട്ട് അയാൾക്ക് മനസ്സിലായി ഈ ഇമോജി ആണ്, നിങ്ങൾ ഹാപ്പിയാണ്, പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ഫ്രണ്ട്ലി ഒരു നേച്ചറിലാണ് നിങ്ങൾ ഇത് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ അത് അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ്. സോ അത് നോളജ് ആണ്. ഓക്കെ, സോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഇട്ടതാണ്. ഇറ്റ്സ് ജസ്റ്റ് നോട്ട് നമ്പേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിൾസും ഡേറ്റയാണ്, ഇൻഫർമേഷൻ ആണ്, നോളജ് ആണ്. ഓക്കെ, ഇനി സോ ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഫ്രണ്ട് പേജിലേക്കും കൂടെ വരാം കേട്ടോ. സോ ദ വെരി ഫസ്റ്റ് വൺ മീനിങ് ആയിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഡേറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണ്, നോളജ് എന്നത്, ഈ വെരി ബേസിക് ഇൻഫർമേഷൻ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ദെൻ നേച്ചർ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഡേറ്റ.
സോ നേച്ചർ ഓഫ് ഡേറ്റ, എന്തൊക്കെ ടൈപ്സ് അല്ലെങ്കിൽ എന്തൊക്കെ നേച്ചർ ഓഫ് ഡേറ്റ ഉണ്ട്. അതായത് വെരി ഫസ്റ്റ് വൺ ആണ് ന്യൂമറിക്കൽ ഡേറ്റ. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഡേറ്റയ്ക്ക് ആസ് ഇൻ സച്ച് ഒരു മീനിങ്ങും ഇല്ല. സോ ന്യൂമറിക്കൽ ഡേറ്റ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്പേഴ്സ് ആണ്. സോ ന്യൂമറിക്കൽ ഡേറ്റ refers to information that is represented by numbers which can be used for mathematical calculation or statistical analysis. So it includes both. അതൊന്നും വേണ്ട, ഇറ്റ്സ് ജസ്റ്റ് ന്യൂമറിക്കൽ ഡേറ്റ വെരി ബേസിക്കലി നമ്പേഴ്സ് ആണ്. ആൻഡ് ഓൺലി ഓൺ ന്യൂമറിക്കൽ ഡേറ്റ ആണ് നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും അല്ലെങ്കിൽ അനാലിസിസും നടത്താൻ പറ്റുക. സോ ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇൻ ഫിനാൻസ് സ്റ്റോക്ക് പ്രൈസ് ഡേറ്റ ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ. സോ ഇന്ന് ആപ്പിളിന്റെ സ്റ്റോക്ക് പ്രൈസ് $150 ആണ്. മേ ബി നാളെ അത് 152 ആവും, ഓർ ദ ഡേ ബിഫോർ ഇറ്റ് വാസ് 148. സോ ഇതൊക്കെ ന്യൂമറിക്കൽ ഡേറ്റയാണ്. ആൻഡ് ആപ്പിളിന്റെ ലൈക്ക് സ്റ്റോക്സ് എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റും കൂടെ ആഡ് ചെയ്താൽ ഇറ്റ്സ് ഇൻഫർമേഷൻ ഇന്നലെ ഇന്ന് നൗ അതിന്റെ ട്രെൻഡ് മനസ്സിലാക്കുകയാണെങ്കിൽ അത് കുറയുകയാണ് കൂടുകയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അതിൽ നിന്ന് ഒരു ഇൻസൈറ്റ് എടുക്കുകയാണെങ്കിൽ ലൈക്ക് ഇനി അത് കൂടാം കുറയാം എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ അത് നോളജ് ആയിട്ട് മാറിക്കുക. സോ ദ വെരി ഫസ്റ്റ് വൺ ടൈപ്പ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഡേറ്റ ആണ് ന്യൂമറിക്കൽ ഡേറ്റ. രണ്ടാമതാണ് ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ. ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ നമുക്ക് ആ വേർഡിന്റെ മീനിങ് മനസ്സിലാക്കുമ്പോൾ തന്നെ യു ഷുഡ് ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, സോ ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ അതിനെ എഴുതുകയാണ് നിങ്ങൾ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാണ്. സോ ഇറ്റ് വേർഡ് ബൈ വേർഡ് ആണ്, ഇത് നമ്പർ അല്ല, നമ്പേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസ് ഒന്നുമല്ല. സോ ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ ഇസ് മോർ ക്വാളിറ്റേറ്റീവ് and is often used to explain or describe a situation or condition in words. So നിങ്ങൾ ജസ്റ്റ് ആ മീനിങ് മനസ്സിലാക്കുക. ദ വെരി ഫസ്റ്റ് ന്യൂമറിക്കൽ ഡേറ്റ നമ്പേഴ്സ് ആണ്, ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ വേർഡ്സ് ആണ്. സോ ഇറ്റ്സ് ക്വാളിറ്റേറ്റീവ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സാധനത്തെ പറ്റി എഴുതാൻ പറഞ്ഞാൽ ഇപ്പൊ റിവ്യൂ, ആമസോൺ റിവ്യൂ, അതൊരു ക്വാളിറ്റേറ്റീവ് ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റയാണ്. അതായത് നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് യു യൂസ്ഡ് ഇറ്റ് ഫോർ 1 month, എന്നിട്ട് നിങ്ങൾ അതിനെപ്പറ്റി പറയാണ് ലൈക്ക് അതിന്റെ ഇപ്പൊ മേ ബി നിങ്ങൾ ഡ്രസ്സാണ് വാങ്ങിച്ചത്, ഇതിന്റെ കളർ ഫെയ്ഡ് ആവും, മേ ബി 2-3 വാഷിൽ അതിന്റെ കളർ ഫെയ്ഡ് ആവും എന്ന് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതുമ്പോൾ സ്റ്റിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഒരു 1 monthലേക്കേ ഉള്ളൂ, ബട്ട് ബൈ വേർഡ്സ് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. സോ അത് ക്വാളിറ്റേറ്റീവ് ആണ്. ഓക്കെ, ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അങ്ങനത്തെ ഒരു കണക്ഷൻ വേണ്ട, ബട്ട് സ്റ്റിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് എഴുതുന്നത് അതിന്റെ ക്വാളിറ്റീനെ പറ്റിയാണ് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ. ഇറ്റ് ഇസ് മോർ ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചർ. വേറാസ് ന്യൂമറിക്കൽ ഡേറ്റ എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അത് എന്തുമാത്രം ഉണ്ട് എന്നുള്ള ഡേറ്റയാണ് തരുന്നതെങ്കിൽ ഇവിടെ ആ നിങ്ങൾ പറയുന്ന സാധനത്തിന്റെ ക്വാളിറ്റീനെ പറ്റിയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ആ ഒരു ഐഡിയ വേണം. Descriptive data is more qualitative and is often used to explain or describe a situation or condition in words. It provides insights into something that is, through non-numerical information, often relying on text, observation, or general characteristics. ഇത് നിങ്ങളുടെ രീതിയിൽ തന്നെ എഴുതാം, ഈ ഡെഫിനേഷൻ തന്നെ അങ്ങനെ പഠിക്കണമെന്നൊന്നുമില്ല. ഓക്കെ, ഇനി ലെറ്റ്സ് കൺസിഡർ എ ഫിനാൻഷ്യൽ അനലിസ്റ്റ്. ഒരു എക്സാമ്പിൾ ആണ് പ്രൊവൈഡിംഗ് എ റിപ്പോർട്ട് അബൌട്ട് എ കമ്പനീസ് പെർഫോമൻസ് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ഷോയിങ് നമ്പേഴ്സ്. സോ ഇവിടെ ഞാൻ നേരത്തെ പോലെ ഡിസ്പൈറ്റ് എ സ്ലൈറ്റ് ഡിപ്പ് ഇൻ സ്റ്റോക്ക് പ്രൈസ് ഓവർ ദ പാസ്റ്റ് വീക്ക്, ആപ്പിൾ റിമെയിൻസ് വൺ ഓഫ് ദ ലീഡിംഗ് ഇന്നോവേറ്റേഴ്സ് ഇൻ ദ ടെക്നോളജി സെക്ടർ. Consumer sentiment towards the new product has been positive and the company continues to dominate in the smartphone market. So ഇവിടെ നിങ്ങൾക്ക് മേ ബി ഈ ഇടയിൽ നടന്നത് തന്നെ റിലേറ്റ് ചെയ്യാം. iPhone 17 റിലീസായി. പല രീതിയിൽ മേ ബി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. ബട്ട് നിങ്ങൾ അതിനൊരു ജനറൽ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഐഫോണിന്റെ ഫോൺസിനൊന്നും ടിൽ iPhone 16 വലിയ ഡിസൈൻ ചേഞ്ച് ഒന്നും ഇല്ലായിരുന്നു. പേഴ്സണൽ ഒപ്പീനിയൻസ് ആവും, ബട്ട് സ്റ്റിൽ കുറെ ഡിസൈൻ ചേഞ്ച് ഒന്നും ഇല്ലായിരുന്നു. ബട്ട് അപ്പോൾ ആൾക്കാരുടെ സെന്റിമെന്റ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് വലിയ ഡിസൈൻ ചേഞ്ച് ഇല്ല, ഇത് വാങ്ങണോ വേണ്ടയോ. ബട്ട് iPhone 17 ദേ ഡിഡ് ചേഞ്ച് സം തിങ്സ്, ബട്ട് പ്രൈസ് ഹൈ ആണെന്നുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട് ആൾക്കാർക്ക്. സോ ഇതൊക്കെ ആൾക്കാർ കമന്റ് ഔട്ട് ചെയ്യുന്നത് ലൈക്ക് മേ ബി റിവ്യൂസ് ആയിട്ട് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ഓൺലൈൻ യൂട്യൂബ് വീഡിയോസിൽ റിവ്യൂ ഇടുന്നു. ഇതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റയുടെ എക്സാമ്പിൾസ് ആണ്. ലൈക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ ഒരാളുടെ ഒപ്പീനിയൻസിനെ അത് എഫക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനോടുള്ള ഒരു എന്താ പറയുക അവരുടെ ഒരു റിവ്യൂ ലൈക്ക് ഓക്കെ ഇത് മേടിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എഫക്ട് ചെയ്യാം. സോ ഇതൊക്കെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റയുടെ എക്സാമ്പിൾസ് ആണ്. നോ, so first one numerical data, second one descriptive data, and third one graphic data. Graphic data again നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ വിഷ്വലി കാണുമ്പോൾ ആ ഡേറ്റനെ പ്രസന്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ് അതിനെ ബേസ് ചെയ്താണ് ഗ്രാഫിക് ഡേറ്റ. ഗ്രാഫിക് ഡേറ്റ പ്രസൻസ് ഇൻഫർമേഷൻ വിഷ്വലി, often through chart, graph, and other visual elements. It helps convey complex data
ഇൻ എ മോർ ആക്സസിബിൾ ആൻഡ് ഡൈജസ്റ്റബിൾ ഫോർമാറ്റ്. നിങ്ങൾക്ക് കുറേ ഡേറ്റ ഉണ്ട് മേ ബി. ഇപ്പം ഞാൻ താഴെ കാണിച്ചേക്കുന്ന ഇറ്റ്സ് നോട്ട് എ ഗ്രാഫ്, അത് ക്യാൻഡിൽ ബാർ ഗ്രാഫ്. നിങ്ങൾ സ്റ്റോക്സ് അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിലൊക്കെ നോക്കുമ്പോൾ ഉള്ള ഒരു ഡയഗ്രാം. അപ്പോൾ ഇതിൽ നിന്ന് കുറേ ഇപ്പം നിങ്ങൾ സ്റ്റോക്ക് പ്രൈസിന്റെ വേരിയേഷൻ ഒരു 3 days നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഫൈൻ, നിങ്ങൾക്ക് മനസ്സിൽ കൂട്ടാം. മേ ബി ഒരു 1 week പോലും നിങ്ങൾക്ക് ഓർത്തിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എഴുതി വെക്കാം. ബട്ട് പാസ്റ്റ് 5 yearsൽ ഈ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സ്റ്റോക്കിന്റെ പ്രൈസ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ട്രെൻഡ് എന്തായിരുന്നു എന്നറിയണമെങ്കിൽ ഇറ്റ് ബിക്കംസ് ഹാർഡർ. ബട്ട് നിങ്ങളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ലൈക്ക് ഈ ഇവിടെ കാണിച്ചേക്കുന്ന ഒരു ക്യാൻഡിൽ ബാർ പോലെ നിങ്ങൾ അതിനെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആ ഫ്ലോ, അല്ലെങ്കിൽ ഓക്കെ അത് കുറയായിരുന്നു, ഇന്ന ഇയർ ആയപ്പോൾ അത് കൂടുകയായിരുന്നു, അത് വലിയൊരു ഡിപ്പിലേക്ക് ഈ ഒരു സമയമായപ്പോൾ പോയി എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ അങ്ങനെ കോംപ്ലക്സ് ആയിട്ട് വളരെ വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ വരുമ്പോൾ അതിനെ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ടൈപ്പ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഡേറ്റയാണ് ഗ്രാഫിക്കൽ ഡേറ്റ. സോ ഡെഫിനിഷൻ ജസ്റ്റ് നിങ്ങളുടെ വേർഡ്സിൽ എഴുതാം. ഇറ്റ്സ് എൻ ഡേറ്റ പ്രസന്റഡ് ഇൻ വിഷ്വൽ ഫോർമാറ്റ്. എക്സാമ്പിൾസ് ആയിട്ട് ചാർട്ട്, ഗ്രാഫ്, വിഷ്വൽ എലമെന്റ്സ്, ആൻഡ് ലെറ്റ്സ് സേ യു ഹാവ് എ ബാർ ചാർട്ട് ദാറ്റ് ഷോസ് ദ സ്റ്റോക്ക് പ്രൈസസ് ഓഫ്. ഞാൻ ഇവിടെ ആപ്പിൾ എല്ലായിടത്തും പറയുന്നു, ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈക്ക് എക്സാമ്പിൾസും ആഡ് ചെയ്യാം. ഓക്കെ, ബട്ട് ഇതാണ് ഓവറോൾ ഐഡിയ. ഓക്കെ, പിന്നെ സ്ട്രക്ചേർഡ് ഡേറ്റ ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ. സോ ഇവിടെ വരെ ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ നേച്ചർ ഓഫ് ഡേറ്റയെ പറ്റിയാണ്. യാ, ഇപ്പം നമ്പർ ആണ്, അപ്പോൾ അത് ന്യൂമറിക്കൽ ഡേറ്റ ആണ്. ബൈ വേർഡ്സ് ആണ്, അത് ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ ആണ്. നിങ്ങൾ അതിനെ വിഷ്വലി പ്രസന്റ് ചെയ്യാണ്, ഗ്രാഫിക് ഡേറ്റയാണ്. സോ 3 types ഓഫ് ഡേറ്റ. ഇവിടെ നോട്ട് ഹൗ ഇറ്റ് ഈസ് നിങ്ങൾ ഓർഗനൈസ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്. ആ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം: സ്ട്രക്ചേർഡ് ഡേറ്റ, അൺസ്ട്രക്ചേർഡ് ഡേറ്റ. ഓക്കെ, so structured data is highly organized and can be easily be stored, queried and analyzed. It is found, ഈ ഡെഫിനേഷൻ നിങ്ങൾ വായിക്കുന്ന, ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് എഴുതിയേക്കുന്നത് ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ഓവറോൾ ഒരു മീനിങ് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓഫൺ ഫൗണ്ട് ഇൻ ഡേറ്റാബേസസ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ്സ് where the data is formatted in rows and columns allowing for easy access and analysis. സോ ഈ ഡെഫിനേഷൻ വായിക്കുമ്പോൾ തന്നെ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ട് ഒരു ഹ്യൂജ് നമ്പർ ഓഫ് ഡേറ്റ നിങ്ങൾ വളരെ ടാബുലാർ ഫോമിലാവും, ഡേറ്റാബേസിലാവും, എക്സൽ ഷീറ്റിലാവും, അങ്ങനെ ഓർഗനൈസ്ഡ് ആയ രീതിയിൽ സ്റ്റോർ ചെയ്തേക്കുന്നതിനാണ് സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുന്നത്. വെരി ഈസി എക്സാമ്പിൾ ആണ്, നിങ്ങളൊരു ക്ലാസ്സിലുള്ളപ്പോൾ നിങ്ങളുടെ നെയിം വൈസ് അല്ലെങ്കിൽ റോൾ നമ്പർ വൈസ് നിങ്ങളുടെ നെയിം മാച്ച് ചെയ്തിട്ടുണ്ടല്ലോ. സോ ബൈ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നിങ്ങൾ ആദ്യം സോർട്ട് ചെയ്യും, എന്നിട്ട് നിങ്ങൾക്ക് ഒരു റോൾ നമ്പർ ഈച്ച് തരും. ഇതിൽ ഡേറ്റ എന്താന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേര് ആസ് ഇൻ സച്ച് അതിന് ഒരു മീനിങ് ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് ഒരു നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഇത്. സോ ഇറ്റ്സ് എ ഡേറ്റ. ഇനി അതിനെ സോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ക്ലാസ്സിൽ എത്ര പേരുണ്ട് എന്ന് ഒരു കണക്കെടുത്ത് അതിനെ സോർട്ട് ചെയ്ത് നിങ്ങൾക്കൊരു റോൾ നമ്പർ വെച്ച് തന്നപ്പോൾ ഇറ്റ് ഹാസ് എ മീനിങ് ലൈക്ക് ഈ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആയിട്ട് മാറി. ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും പേരുണ്ട്, അവർക്ക് ലൈക്ക് നിങ്ങളുടെ റോൾ നമ്പർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റോൾ നമ്പർ 2 ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യാം ഇന്നയാൾ. സോ അതിൽ നിന്ന് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ബട്ട് ഈ ഒരു രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത ഡേറ്റ ആണ് സ്ട്രക്ചേർഡ് ഡേറ്റ. ഇത് വെരി ഈസി എക്സാമ്പിൾ ആണ് ഒരു കമ്പനിയിലെ എംപ്ലോയി ഐ ഡി, നെയിം അല്ലെങ്കിൽ ക്ലാസ്സിലെ റോൾ നമ്പർ, ആ ഒരു രീതിയിലുള്ള ഡേറ്റ. ഇനി അൺസ്ട്രക്ചേർഡ് ഡേറ്റ. അപ്പോൾ മറ്റേത് ഓർഗനൈസ് ചെയ്ത ഡേറ്റ ആണെങ്കിൽ ഇത് ഓർഗനൈസ് ചെയ്യാത്ത ഡേറ്റയാണ്. സോ അൺസ്ട്രക്ചേർഡ് ഡേറ്റ ഇസ് ഇൻഫർമേഷൻ ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റ് ഓർ ഓർഗനൈസേഷൻ. അതായത് നമ്മൾ പറയുന്നത് വലിച്ചു വാരിയിട്ടേക്കുന്ന പോലെ എവിടേക്കോ എന്തൊക്കെയോ എഴുതി വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓർഡർ ഇല്ലാത്ത ഡേറ്റയാണ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ. Unstructured data is information that does not have a predefined format അല്ലെങ്കിൽ organization. This kind of data is typically harder to analyze because ഇതില്, അതായത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാനാണെങ്കിൽ വളരെ കുറെ ഡേറ്റ ആണെങ്കിൽ പാടാണ്. ബിക്കോസ് ഇതിലൊരു ഫോർമാറ്റ് ഇല്ല അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഇല്ല. ബിക്കോസ് ഇറ്റ് ലാക്സ് എ ക്ലിയർ സ്ട്രക്ചർ ബട്ട് ഇറ്റ് സ്റ്റിൽ ഹോൾഡ്സ് വാല്യുബിൾ ഇൻസൈറ്റ്സ്. അതായത് അതിപ്പോൾ ഞാൻ പറയാം, ഇതിൽ ഇൻസൈറ്റ്സ് ബട്ട് സ്റ്റിൽ ഉണ്ട്. അതിന്റെ വെരി ഈസി എക്സാമ്പിൾ അഗെയിൻ ആണ് ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ആമസോൺ റിവ്യൂ, അല്ലെങ്കിൽ ഒരാൾ സോഷ്യൽ മീഡിയ കൂടെ ഒരു സാധനത്തിനെ പറ്റി പറയാണ്, അല്ലെങ്കിൽ ഇപ്പം
നിങ്ങൾ പ്രോബബ്ലി നിങ്ങൾ എന്തെങ്കിലും സാധനം ഇപ്പോൾ ആമസോണിലൊക്കെ വാങ്ങാൻ പോയാൽ നിങ്ങൾ ആദ്യം റിവ്യൂ എത്ര ഉണ്ടെന്ന് നോക്കും ഔട്ട് ഓഫ് 5. നിങ്ങൾ പിന്നെ റിവ്യൂ സെക്ഷനിൽ പോയിട്ട് അതിൻ്റെ ഇമേജസ് ഉണ്ടോ എന്ന് നോക്കും. ഇപ്പോൾ ചിലവർ ഇടും ആസ് സീൻ ഇൻ ദി ഇമേജ്, ആ കളർ അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ പൊട്ടിപ്പോയി, അല്ലെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോഡക്റ്റ്, ഗോ ഫോർ ഇറ്റ് എന്നുള്ളത് ആർക്കും കമന്റ് ചെയ്യുന്നു. ഇതൊക്കെ അൺസ്ട്രക്ചേർഡ് ഡേറ്റയാണ്. ലൈക്ക് ഇതിനൊക്കെ ഒരു ഫോർമാറ്റ് ഉണ്ടോ? ഇല്ല. ആരുടെയോ അവരുടെയൊക്കെ ഇഷ്ടത്തിന് എഴുതുന്നു. മേ ബി ഇവിടെ എക്സാമ്പിൾ കാണി ലവിങ് ദ ന്യൂ ഐഫോൺ, ഇറ്റ്സ് സോ മച്ച് ഫാസ്റ്റർ ആൻഡ് ദ ക്യാമറ ഇസ് അമേസിംഗ് എന്ന് ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ തരുന്നുണ്ട് അബൌട്ട് ദി പ്രോഡക്റ്റ്. സോ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എവിടെയും ഒരു കസ്റ്റമർ റിവ്യൂ അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് എക്സാമ്പിൾ ഓഫ് അൺസ്ട്രക്ചർഡ് ഡേറ്റ. ദിസ് ഡേറ്റ ഇസ് അൺസ്ട്രക്ചർഡ് ബിക്കോസ് ഇറ്റ് ഡസൻ ഫിറ്റ് ഇൻ ടു എ നീറ്റ് ടേബിൾ ഓർ സ്പെസിഫിക് കാറ്റഗറി. ഒരു ടേബിൾ ആയിട്ടാണോ? ഇല്ല. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഉള്ളൊരു ഡേറ്റ. ടു മേക്ക് സെൻസ് ഓഫ് ഇറ്റ് യു മൈ നീഡ് ടൂൾസ് ലൈക്ക് ടെക്സ്റ്റ് മൈനിങ് ഓർ സെന്റിമെന്റ് അനാലിസിസ്. ഇപ്പോൾ ഇവിടെയാണ് നിങ്ങൾ പുതിയ ടൂൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വേണ്ടി വരാം. സോ നിങ്ങൾ ഇപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ളത് ChatGPT അല്ലെങ്കിൽ AI നിങ്ങൾ ചോദിക്കുകയാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഓവറോൾ വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ എല്ലാത്തിലും നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗീവ് യു ഇൻഫർമേഷൻ. സോ അത്രയും ഡേറ്റ ആ ടൂൾ അല്ലെങ്കിൽ ആ AI അനലൈസ് ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞു തരാണ്. സോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ടൂൾ വേണ്ടി വരും നിങ്ങൾക്ക് ഒരു അൺസ്ട്രക്ചർഡ് ഡേറ്റയിൽ നിന്ന് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് ടേക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് അതിനൊരു മീനിങ് കണ്ടെത്തണമെങ്കിൽ. ഓക്കെ. സോ ഇത് ബേസ്ഡ് ഓൺ ഹൗ ഡേറ്റ ഈസ് ഓർഗനൈസ്ഡ് ആണ്. രണ്ടായിട്ട് തിരിക്കാം, സ്ട്രക്ചേർഡ് ഡേറ്റ ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ. ഓക്കെ. ഇനി ഇത് വീണ്ടും ഒരു റെപ്പറ്റേറ്റീവ് ആയിട്ട് തോന്നും, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ബിക്കോസ് ഇതിന് നിങ്ങൾക്ക് ഇനീഷ്യലി പറഞ്ഞ രണ്ടെണ്ണമായിട്ട് മാച്ച് ചെയ്യാം. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ന്യൂമറിക്കൽ ഡേറ്റ തന്നെയാണ്. ഓക്കെ. സോ ഇറ്റ്സ് ലൈക്ക് റെഫറിങ് ടു ക്വാണ്ടിറ്റി. അതുകൊണ്ടാണ് അത് ആ ഒരു ബേസിസിലാണ്. സോ ഇതിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ച് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ റെഫേഴ്സ് ടു ന്യൂമറിക്കൽ ഡേറ്റ ദാറ്റ് കൻ ബി മെഷർഡ് ആൻഡ് എക്സ്പ്രസ്ഡ് വിത്ത് നമ്പേഴ്സ്. ഇറ്റ് റെപ്രസെന്റ്സ് ക്വാണ്ടിറ്റീസ് ഓർ എമൗണ്ട്സ്. സോ സെയിം ആസ് ന്യൂമറിക്കൽ ഡേറ്റ, ബട്ട് ഒരു ക്ലാസിഫിക്കേഷൻ വരുത്തിയപ്പോൾ ജസ്റ്റ് രണ്ട് കാറ്റഗറീസ് ആയിട്ട് ഇവിടെ എഴുതിയേക്കുന്നത് മാത്രമാണ്. സോ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഒരു നേച്ചർ ഓഫ് ഡേറ്റയാണ്, വിച്ച് ഇസ് ലൈക്ക് ഇറ്റ് എക്സ്പ്രസസ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ എമൗണ്ട്സ്. സോ എക്സാമ്പിൾ ആയിട്ട് സെയിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തുമാത്രം ഉണ്ടാക്കി എന്നുള്ള രീതിയിലൊക്കെ ഉള്ള. ക്വാളിറ്റേറ്റീവ് ഡേറ്റ നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റയുടെ കണക്ഷനുള്ള ഒരു കാറ്റഗറിയാണ്. സോ ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഇസ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഓഫൻ ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ക്വാളിറ്റീസ് റാദർ ദാൻ നമ്പേഴ്സ്. സെയിം ആസ് ബിഫോർ. സോ നിങ്ങളത് നിങ്ങളുടെ അടുത്ത് ഇപ്പം എന്തൊക്കെ നേച്ചർ ഓഫ് ഡേറ്റ ഉണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് വൺ ന്യൂമറിക്കൽ ഡേറ്റ, സെക്കൻഡ് വൺ ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ, ഗ്രാഫിക്കൽ ഡേറ്റ, പിന്നെ ബേസ്ഡ് ഓൺ ഓർഗനൈസ് ലൈക്ക് ഹൗ ദ ഡേറ്റ ഇസ് ഓർഗനൈസ് നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ഡേറ്റ ആയിട്ട് എഴുതാം, പിന്നെ അൺസ്ട്രക്ചേർഡ് ഡേറ്റ ആക്കാം. പിന്നെ ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആണ്, വിച്ച് ഇസ് സെയിം ആസ് ന്യൂമറിക്കൽ ഡേറ്റ. ബേസ്ഡ് ഓൺ ക്വാളിറ്റി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതൊരു ക്വാളിറ്റേറ്റീവ് ഡേറ്റയാണ്. ഓക്കെ. സോ ദെൻ കണ്ടിന്യൂസ് ഡേറ്റ ആൻഡ് കാറ്റഗറിക്കൽ ഡേറ്റ. സോ കണ്ടിന്യൂസ് ഡേറ്റ ക്യാൻ ടേക്ക് എനി വാല്യൂ വിത്തിൻ എ സ്പെസിഫിക് റേഞ്ച് ആൻഡ് ക്യാൻ ബി മെഷർഡ് വിത്ത് ഗ്രേറ്റ് പ്രിസിഷൻ. ഇത് ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കുക വിത്ത് എൻ എക്സാമ്പിൾ. നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെൻ യു ക്യാൻ റൈറ്റ് ദി definition. So this type of data can be broken down into smaller increments. So consider measuring the height of people. So അതൊരു റേഞ്ച് ആണ്, ഹൈറ്റ് ഓഫ് പീപ്പിൾ. മേ ബി ലൈക്ക് ഒരു 7 feet 8 feet അല്ലെങ്കിൽ 9 feet വരെ നിങ്ങൾ കൂട്ടിയോ, ഈ റേഞ്ചിന്റെ മുകളിലോട്ട് പോകുന്നത് ഇസ് ലൈക്ക് അനോമലി. അത് നമുക്കൊരു നോർമൽ കാണുന്നതല്ല. സോ നിങ്ങളൊരു 9 feet വരെ റേഞ്ച് വെച്ചിട്ട് അല്ലെങ്കിൽ 7 feet മതി. ഓക്കെ, 7 feet റേഞ്ച് വെച്ചിട്ട് നിങ്ങൾ ആൾക്കാരെ അളക്കുകയാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ആ റേഞ്ചിനുള്ളിൽ കുറെ ഡേറ്റ കിട്ടും. സോ ഇതെല്ലാം കണ്ടിന്യൂസ് ഡേറ്റ ആണ്. ഒരു 1 feet to 6 feet ഇടയിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഡേറ്റ ആണ് കണ്ടിന്യൂസ് ഡേറ്റ. ഓക്കെ. സോ അതാണ് ലൈക്ക് ഒരു എക്സാമ്പിൾ ഓർക്കാൻ പറഞ്ഞത്. സോ കൺസിഡർ മെഷറിംഗ് ദി ഹൈറ്റ് ഓഫ് പീപ്പിൾ. Height can take any value within a given range, such as 5.8 feet, 5.85 feet, 5.825 feet. സോ ഇതാണ് പ്രിസിഷൻ. നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് ഡെസിമൽ പോയിന്റ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഹൗവർ പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് വേണോ അത്രയും എടുക്കാൻ പറ്റും. സോ അതാണ് കണ്ടിന്യൂസ് ഡേറ്റയുടെ നേച്ചർ. ഹൈറ്റ് ഈസ് കണ്ടിന്യൂസ് ഡേറ്റ ബിക്കോസ് ഇറ്റ് ഹാസ് infinite number of possible values between any two measurements. You can measure height to any degree of precision.
ഓക്കെ, സോ കണ്ടിന്യൂസ് ഡേറ്റ ക്യാൻ ടേക്ക് എനി വാല്യൂ. അതാണ് ഫസ്റ്റ് തിങ്. ഒരു സ്പെസിഫൈഡ് റേഞ്ച്, അത് ഞാൻ പറഞ്ഞു, 7 feet വരെ നിങ്ങൾ റേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഇടയിൽ ഏത് റേഞ്ച് വേണമെങ്കിലും എടുക്കാം. ആൻഡ് ഇറ്റ് ക്യാൻ ബി മെഷർഡ് വിത്ത് ഗ്രേറ്റ് പ്രിസിഷൻ. നിങ്ങൾക്ക് 5.8 ആവാം, 5.85 ആയിട്ട് മെഷർ ചെയ്യാം, 5.825 ആയിട്ട് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ 5.8254 അത് കഴിഞ്ഞ ഒരു ഡെസിമൽ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷർ ചെയ്യാം. ഓക്കെ, ഈവൻ നിങ്ങളുടെ വെയിറ്റ് ആണെങ്കിൽ പോലും ഇതൊരു റേഞ്ചിൽ വരാം. ആൻഡ് ഇറ്റ് ക്യാൻ ബി മെഷർഡ് ടു ഗ്രേറ്റ് പൊസിഷൻ. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡേറ്റ ആണ് കണ്ടിന്യൂസ് ഡേറ്റ. ഇനി കാറ്റഗോറിക്കൽ ഡേറ്റ. Categorical data refers to data that is divided into specific categories or groups. പേര് പറയുന്ന പോലെ. സോ കണ്ടിന്യൂസ് ഡേറ്റ മേ ബി ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു എക്സാമ്പിൾ തിങ്ക് ചെയ്തിട്ട് യു ഗോ ഫോർ ദ ഡെഫിനേഷൻ. സോ ഹൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എന്താ പറയുക ക്വാളിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു സാധനത്തിൽ നിന്ന് ലിങ്ക് ചെയ്യുക. സോ ഹൈറ്റ് അതൊരു റേഞ്ചിൻ്റെ ഉള്ളിൽ വരേണ്ടതാണ്. സോ ഒരു സ്പെസിഫിക് റേഞ്ചിൻ്റെ അകത്ത് വാല്യൂസ് എടുക്കാൻ പറ്റുന്ന ഏതും പ്ലസ് എന്താണ് വേറൊരു ഇത് ഗ്രേറ്റ് പ്രിസിഷൻ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം. അങ്ങനത്തെ ഉള്ളതാണ് കണ്ടിന്യൂസ് ഡേറ്റ. സോ അങ്ങനെ ഡെഫിനേഷൻ നിങ്ങൾ എഴുതുക കൺസിഡറിങ് ആൻ എക്സാമ്പിൾ. ഇനി കാറ്റഗറിക്കൽ ഡേറ്റയിലേക്ക് വരുമ്പോൾ കാറ്റഗറിക്കൽ ഡേറ്റ റെഫേഴ്സ് ടു എ ഡേറ്റ ദാറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ സ്പെസിഫിക് കാറ്റഗറീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ്. ദാറ്റ് ഈസ് നോൺ ന്യൂമെറിക്കൽ ആൻഡ് ഇസ് യൂസ് ടു ലേബിൾ ഓർ ഐഡന്റിഫൈ ആട്രിബ്യൂട്ട്സ്. ഇത് ന്യൂമെറിക്കൽ ഡേറ്റ അല്ല, പകരം നിങ്ങൾക്ക് ഒരു ലേബിൾ കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. സോ ഇവിടെയാണ് ഇപ്പൊ ടൈപ്പ് ഓഫ് കാർ, ഏതൊക്കെ ടൈപ്പ് ഓഫ് കാർ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സെഡാൻ, SUV, ട്രക്ക്, കൂപ്പേ, ഇങ്ങനത്തെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ലേബിൾസ് ആയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാം. ഇതാണ് കാറ്റഗറിക്കൽ ഡേറ്റ. ദീസ് ആർ കാറ്റഗറീസ് ആൻഡ് ദ ഡേറ്റ ഇസ് യൂസ് ടു ക്ലാസിഫൈ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഓൺ ദെയർ കാർ ടൈപ്പ്. ഓക്കെ, സോ ഇപ്പം അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ആൾക്കാർ ഏത് ടൈപ്പ് ഓഫ് കാറാണ് വാങ്ങുന്നത് എന്നൊരു സർവേ നടത്തുവാണെങ്കിൽ അവരാദ്യമേ ഈ ഡേറ്റാസ് കാറ്റഗറീസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. സെഡാൻ, SUV, ട്രക്ക്, കൂപ്പെ, എന്നിട്ട് ഏത് 18 to 25 yearsലുള്ള ആൾക്കാർ ഏത് കാറാണ് വാങ്ങുന്നത് എന്നുള്ളൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തുവാണെങ്കിൽ അതിൽ ഈ ലേബലിംഗ് ഓഫ് കാറുകൾ ഒരു കാറ്റഗറിക്കൽ ഡേറ്റയാണ്. ഓക്കെ, യാ, സോ ഇതാണ് നേച്ചർ ഓഫ് ഡേറ്റ. ഇത് ചോദിച്ചിട്ടുണ്ട്, 7 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. സോ ബട്ട് 7 മാർക്സിന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഓൾസോ ഇനീഷ്യലി നിങ്ങളുടെ പേപ്പറിലുള്ള ഫിൽ ദ ബ്ലാങ്ക്സിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇൻ സമ്മറി നേച്ചർ ഓഫ് ഡേറ്റ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതേണ്ടതാണ് ന്യൂമറിക്കൽ ഡേറ്റ വിച്ച് ഇസ് ഇൻഫർമേഷൻ റെപ്രസെന്റഡ് ബൈ നമ്പേഴ്സ്. എക്സാമ്പിൾ എന്താണ് സ്ടോക്ക് പ്രൈസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ മോർ ഓഫ് ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചറാണ്. എന്താണ് ഒരു പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾ ഡിഫൈൻ ചെയ്യാണ് ത്രൂ വേർഡ്സ്. അപ്പോൾ അതാണ് ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ. എക്സാമ്പിൾ എന്താണ് കസ്റ്റമർ റിവ്യൂ ഇൻ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ വെബ്സൈറ്റ്സ്. പിന്നെ ഗ്രാഫിക്കൽ ഡേറ്റ പ്രസൻറ്റ്സ് ഇൻഫർമേഷൻസ് വിഷ്വലി often through charts, graphs, and other visual elements. എപ്പോൾ when you have big amount of data, വളരെ വലിയ എമൗണ്ട് ഓഫ് ഡേറ്റ ഓവർ ലോട്ട് ഓഫ് ടൈം, അതാണ് സ്റ്റോക്ക് പ്രൈസ് ഓവർ 5 years, 6 years എന്നുള്ളതൊക്കെ നിങ്ങൾ ഒരു ബാർ ഗ്രാഫ് അല്ലെങ്കിൽ ചാർട്ട് രീതിയിൽ പ്രസന്റ് ചെയ്താൽ ഇറ്റ്സ് ഗ്രാഫിക്കൽ ഡേറ്റ. പിന്നെ ഓർഗനൈസ് ചെയ്ത രീതി വെച്ച് നിങ്ങൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സ്ട്രക്ചേർഡ് ഡേറ്റ വിച്ച് ഇസ് ഈസിലി ഓർഗനൈസബിൾ, സെർച്ചബിൾ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ എടുക്കാൻ എളുപ്പമാണ്. മേ ബി സ്പ്രെഡ് ഷീറ്റ്സ്, ഡേറ്റാ ബേസസ്. എക്സാമ്പിൾ എന്താണ് ഒരു കമ്പനിയിലെ എംപ്ലോയി ഡേറ്റ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്കൂളിലെ അല്ലെങ്കിൽ ക്ലാസ്സിലെ ഡേറ്റ, സ്റ്റുഡൻറ് ഡേറ്റ, ഇതൊക്കെ സ്ട്രക്ചേർഡ് ഡേറ്റയാണ്. അൺസ്ട്രക്ചേർഡ് ഡേറ്റ എന്താണ് ആസ് അഗെയിൻ നിങ്ങൾ ഓർഗനൈസ് ചെയ്യാത്ത, ഇറ്റ് ഡസൻ ഹാവ് പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റ്. എക്സാമ്പിൾസ് സോഷ്യൽ മീഡിയ പോസ്റ്റ്, ഇമേജസ്, റിവ്യൂസ് ത്രൂ ഓൺലൈൻ വെബ്സൈറ്റ്സ്, ഇതൊക്കെ അൺസ്ട്രക്ചേർഡ് ഡേറ്റ ആണ്. പിന്നെ ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഉണ്ട് വിച്ച് ഇൻവോൾവ്സ് ന്യൂമറിക്കൽ വാല്യൂ ആൻഡ് ക്യാൻ ബി മെഷേർഡ്. സെയിൽസ് ഫിഗർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ, ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആണ്. ക്വാളിറ്റേറ്റീവ് ഡിസ്ക്രിപ്റ്റീവ് നേച്ചർ ആണ്. സോ റിലേറ്റഡ് ടു ക്വാളിറ്റീസ്, കസ്റ്റമറിന്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ റിവ്യൂസ്, ഇതൊക്കെ. ഇനി കണ്ടിന്യൂസ് ഡേറ്റ ക്യാൻ ടേക്ക്, ഞാൻ പറഞ്ഞ പോലെ എക്സാമ്പിൾ ഓർക്കുക, ഹൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ക്യാൻ ടേക്ക് എനി വാല്യൂ വിത്തിൻ എ റേഞ്ച് ലൈക്ക് ഹൈറ്റ് ഓർ വെയിറ്റ്. ഇനി കാറ്റഗറിക്കൽ ഡേറ്റ കൺസിസ്റ്റ് ഓഫ് ഡിസ്റ്റിങ് കാറ്റഗറീസ്. അപ്പോൾ നിങ്ങൾ കാറിന്റെ കളർ അല്ലെങ്കിൽ കാറിന്റെ ടൈപ്പ്, ഇതൊക്കെയാണ് ഈസി എക്സാമ്പിൾസ്. സോ ഇങ്ങനെ ആണ് നേച്ചർ ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഡേറ്റ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ ഇത് ക്ലിയർ അല്ലേ? ഓർ എനിവൺ ഹാസ് എനി ഡൗട്ട്സ് ഇൻ ദിസ്? ഓക്കെ, ഓക്കെ ആണോ ഗൈസ്? യെസ്, ഓക്കെ. സോ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഐ വിൽ ഗോ ബാക്ക് ടു ദി വെരി ഫസ്റ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ മീനിങ് പഠിച്ചു. എന്താണ് ഡേറ്റ, എന്താണ് ഇൻഫർമേഷൻ, എന്താണ് നോളജ്, പിന്നെ നേച്ചർ ഓഫ് ഡേറ്റ.
ഓക്കെ, സോ ഈ രണ്ട് ടോപ്പിക് നമ്മളിപ്പോൾ നോക്കി. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഡേറ്റ. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് ഡേറ്റ. സോ നമ്മളിപ്പോൾ പറഞ്ഞു ലൈക്ക് ഈ ഹോൾ സബ്ജക്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഡേറ്റ ഫോർ അനലിറ്റിക്സ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇറ്റ്സ് ലൈക്ക് ഹൗ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആണ്. എന്തിന് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ എന്തിന് യൂസ്ഫുൾ ആണ്? ബിസിനസ്സിലുള്ള ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഡേറ്റ യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ് ഹോൾ തിങ്, നിങ്ങളുടെ ഹോൾ സിലബസ് അല്ലെങ്കിൽ സബ്ജക്ട്. ഈ സബ്ജക്റ്റിൽ ഫസ്റ്റ് വണ്ണാണ് നിങ്ങളൊരു ഇൻട്രൊഡക്ടറി എന്താ പറയുക മൊഡ്യൂളാണ്. ഇത് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ എങ്ങനെയാണ് ആ ഡിസിഷൻ എടുക്കുന്നത്, എന്തൊക്കെ ടൂൾസ് ഉണ്ട്, ഇതൊക്കെയാണ് ഫെർദർ മൊഡ്യൂൾസിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ഡേറ്റ എന്താണെന്ന് പഠിച്ചു, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡേറ്റാസ് ഉണ്ടെന്ന് പഠിച്ചു. നോ, ബട്ട് എന്ത് തരത്തിലുള്ള ഡേറ്റ ആയിരിക്കണം നമുക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടത്? സോ അല്ലെങ്കിൽ വാട്ട് പ്രോപ്പർട്ടീസ് ആണ് ആ ഡേറ്റയ്ക്ക് വേണ്ടത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ഇറ്റ് ഹാസ് ബീൻ ആസ്ക്ഡ് ബിഫോർ. ഓക്കെ, 7 മാർക്സിന്. ബിക്കോസ് ജസ്റ്റ് റാൻഡം ഡേറ്റ എടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള ഡേറ്റ നിങ്ങൾ എടുത്ത് അതിനെ ഇൻഫർമേഷനെ കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്ട്രക്ചർ കൊടുത്താൽ മാത്രമേ ഉള്ളൂ അതിൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. സോ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ഡേറ്റ അല്ലെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് വേണം. സോ അതാണ് ഈ ഒരു സെക്ഷന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഞാൻ എവിടൊക്കെ നിങ്ങൾ എൻ്റെ സ്ലൈഡിൽ ഇങ്ങനെ ഒരു ഐ ഗസ് നിങ്ങൾക്ക് ഒരു റീസർ പോയിന്റർ കാണാം, ഇങ്ങനെ ഒരു ആസ്ട്രസ് അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ ഇട്ടിട്ടുണ്ടോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി 2 ആസ്ട്രക്സ് വരുന്ന സ്ഥലങ്ങളുണ്ട്, അത് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെ ഈ മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നോൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നോൺ ഇമ്പോർട്ടൻ്റ് എന്നല്ല, ഇറ്റ്സ് ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. യാ, സോ പ്രോപ്പർട്ടീസ് ഓഫ് ഡാറ്റ. Properties of data are essential characteristics that ensure that data is useful, reliable, and can lead to accurate insight or decision. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഏത് ഡേറ്റ എടുത്തിട്ടും അല്ലെങ്കിൽ റോങ് ഡേറ്റ എടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ എടുക്കുന്ന ഡേറ്റ യൂസ്ഫുൾ ആയിരിക്കണം. വെരി ഫസ്റ്റ് തിങ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഡേറ്റ ആണോ? ലൈക്ക് ഞാൻ പറയാം, നെക്സ്റ്റ് മന്ത് ഞാൻ എന്തുമാത്രം യൂണിറ്റ്സ് ഓഫ് എൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ പോവാണ്. ബിക്കോസ് ആ ഡിസിഷന്റെ ബേസിലാണ് ഞാൻ എന്തുമാത്രം സാധനങ്ങൾ വാങ്ങണം ടു മേക്ക് ദാറ്റ് പ്രോഡക്റ്റ്, എന്തുമാത്രം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ എന്താ പറയുക അതിനോട് ഐ മീൻ ബന്ധമുള്ള അടുത്ത ഡിസിഷൻസ് ആണ്. സോ എന്തുമാത്രം ഉണ്ടാക്കണം അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ പ്രൊഡക്റ്റ് എന്തുമാത്രം വേണം എന്നുള്ളത് ഫസ്റ്റ് എടുക്കുന്ന ഡിസിഷൻ. അതിനെ ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹൗ ഡു യു ഡു ദാറ്റ്? സോ നിങ്ങൾ ഫസ്റ്റ് അറിയേണ്ടത് നിങ്ങളുടെ ഡിമാൻഡ് എന്താണെന്നുള്ളതാണ്. സോ പാസ്റ്റ് ഡിമാൻഡ്, കഴിഞ്ഞൊരു 5 മാസമായിട്ട് എത്ര ആൾക്കാർ എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങി അല്ലെങ്കിൽ ആ ട്രെൻഡ് എന്താണ് എന്ന് ഉള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റാൻഡം, നോട്ട് റാൻഡം ഗസ്, നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തൊരു ഡിസിഷൻ എടുക്കാം. സോ ഇവിടെ യൂസ്ഫുൾ ഡേറ്റ എന്താണ്? കഴിഞ്ഞ മന്ത്സിലെ നിങ്ങൾ എന്തുമാത്രം സെല് ചെയ്തു, പിന്നെ അല്ലെങ്കിൽ ന്യൂ കസ്റ്റമേഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് യൂസ്ഫുൾ ഡേറ്റ. അല്ലാതെ നിങ്ങളൊരു 10 വർഷത്തിന് മുന്നേ അല്ലെങ്കിൽ വേറൊരു കമ്പനി നിങ്ങളുടെ ഒരു കോമ്പറ്റീറ്ററിന്റെ അവർക്ക് എന്തുമാത്രം കഴിഞ്ഞ മാസം വിറ്റുപോയി എന്നുള്ള ഒരു ഡേറ്റ എടുത്തിട്ട് കാര്യമില്ല. റൈറ്റ്, ബിക്കോസ് അത് അവരുടെ ഡേറ്റയാണ്, നിങ്ങളുടെ പെർഫോമൻസിനെ ഒന്നും അത് ബാധിക്കുന്നില്ല. സോ എന്തിനു വേണ്ടി എടുക്കുന്നു അല്ലെങ്കിൽ വൈ ഇസ് ഇറ്റ് ടേക്കൺ എന്നുള്ളത് അല്ലെങ്കിൽ അത് യൂസ്ഫുൾ ആണോ എന്നുള്ളതാണ് ദ വെരി ഫസ്റ്റ് തിങ്. ഓക്കെ, സോ പ്രോപ്പർട്ടീസ് ഓഫ് ഡേറ്റ ആർ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എൻഷുർ ദ ഡേറ്റ ഇസ് യൂസ്ഫുൾ, റിലയബിൾ ആയിരിക്കണം, ലൈക്ക് അതിനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണം, ആൻഡ് ക്യാൻ ലീഡ് ടു ആക്യുറേറ്റ് ഇൻസൈറ്റ്സ് ആൻഡ് ഇറ്റ് ഷുഡ് ലീഡ് ടു പ്രോപ്പർ ഡിസിഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസൈറ്റ്സ്. ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഡേറ്റയുടെ ഉദ്ദേശം. നിങ്ങളുടെ ഡേറ്റയ്ക്ക് കുറച്ച് ക്വാളിറ്റീസ് വേണം, ആ ക്വാളിറ്റീസ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഇതൊക്കെ നടക്കുകയുള്ളൂ. യാ, സോ ദ വെരി ഫസ്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ വെരി ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ഡേറ്റ, നിങ്ങളുടെ ഡിസിഷൻ എടുക്കേണ്ട ആവശ്യത്തിനുള്ള ഡേറ്റയുടെ ഏറ്റവും ആദ്യത്തെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വേണ്ടത് ആക്യുറസിയാണ്. Accuracy refers to the correctness and precision of the data. It ensures that the data correctly represents the real world situation or phenomena it is intended to reflect. നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിനോട് യോജിച്ച ബട്ട് ദ വെരി പ്രിസൈസ് ആൻഡ് കറക്റ്റ് ഡേറ്റ ആയിരിക്കണം. അതാണ് ആക്യുറസി. ഇനാക്യുറേറ്റ് ഡേറ്റ, ബിക്കോസ് എന്താണ് തെറ്റായ ഡേറ്റ ആണെങ്കിൽ മേ ബി ഇറ്റ് ക്യാൻ ലീഡ് ടു റോങ് ഡിസിഷൻസ്. സോ ഇവിടെ എക്സാമ്പിൾ ആയിട്ട്, ഇഫ് എ കമ്പനീസ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റവന്യൂ ഫോർ Q1 2025 is $5 million, but the actual revenue is $4.8 million, the data is inaccurate. Okay, so maybe
ഞാൻ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞ മാസം എന്തുമാത്രം വിറ്റുപോയി എന്നുള്ള അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് വിറ്റുപോയി എന്നുള്ള ഇൻഫർമേഷൻ തരാൻ പറഞ്ഞപ്പോൾ പുള്ളി എനിക്കത് ഡേറ്റ ആയിട്ട് സെൻഡ് ചെയ്തു. മേ ബി 200 യൂണിറ്റ്സ് ആണ്, ബട്ട് ബൈ മിസ്റ്റേക്ക് ഹി സെൻഡ് ഒരു സീറോ ഇടാൻ പറഞ്ഞിട്ട് 20 യൂണിറ്റ്സ് ആയിട്ട് സെൻഡ് ചെയ്യാന്നിരിക്കട്ടെ. വെരി റോങ്, വളരെ ഡീവിയേറ്റ് ആയി പോയി. ആൻഡ് ഇത് ആക്യുറേറ്റ് അല്ലാത്തൊരു ഡേറ്റ തന്നു, ആൻഡ് ഇറ്റ് ക്യാൻ എഫക്ട് മൈ ഡിസിഷൻസ്. ഓക്കെ, സോ അതാണ് വെരി ഫസ്റ്റ് തിങ്, നിങ്ങളുടെ ഡേറ്റ ആക്യുറേറ്റ് ആയിരിക്കണം. സോ ആക്യുറസി, അതാണ് പ്രോപ്പർട്ടി നമ്പർ 1. Completeness. Second property. Completeness refers to the extent to which all required data is present. Missing or incomplete data can create gaps in the analysis, which might lead to incorrect decision or conclusion. So basically ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഡേറ്റ കംപ്ലീറ്റ് ആയിരിക്കണം, അതിലൊരു മിസ്സിംഗ് ഫാക്ടർ ഒന്നും വരരുത്. പിന്നെ കസ്റ്റമർ ഡേറ്റാബേസ്, ഇപ്പം നിങ്ങളൊരു സ്റ്റുഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ആൾക്കാരുടെ റോൾ നമ്പർ വൈസ് ഉള്ള ഇൻഫർമേഷൻ ആൻഡ് നിങ്ങളുടെ ഫോൺ നമ്പർ അഡ്രസ് ഒക്കെ നമ്മൾ ഇനീഷ്യലി ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും എഴുതുന്നുണ്ടാവും അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ടാവും. ഈ ഒരു ഇതിൽ നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്തില്ല എന്ന് വെക്കട്ടെ, നിങ്ങളുടെ ഫോമിൽ നിങ്ങൾക്ക് ഓക്കെ ഞാൻ ഫോൺ നമ്പർ കൊടുക്കുന്നില്ല എന്നോർത്ത് ഫോൺ നമ്പർ കൊടുത്തില്ല എങ്കിൽ ഞാൻ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡേറ്റാബേസിൽ അതില്ല. സോ ഇൻ കേസ് ഒരു എമർജൻസി അല്ലെങ്കിൽ എന്തൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഫോൺ നമ്പർ ഇല്ല, നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, യു കാൺ കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഡേറ്റ വരരുത്. സോ നിങ്ങളൊരു ഡിസിഷൻ, ഒരു കമ്പനിയുടെ ഡിസിഷൻ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് തിങ് വേണ്ടത് നിങ്ങളുടെ ഡേറ്റ ആക്യുറേറ്റ് ആയിരിക്കണം. രണ്ടാമത് ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്, അതിൽ എല്ലാ ഇൻഫർമേഷനും നിങ്ങൾ ഇന്റൻഡ് ചെയ്യുന്നു അത് അവിടെ ഉണ്ടാവണം. സോ ഇഫ് സം കസ്റ്റമേഴ്സ് ഫോൺ നമ്പർ അഡ്രസ് ആർ മിസ്സിംഗ്, ഇറ്റ് കുഡ് കോസ് ഇൻകംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡെലിവറി ഫെയിലിയർ. യാ, അഗെയിൻ നിങ്ങൾ ആമസോൺ ഡെലിവറി അല്ലെങ്കിൽ സ്വിഗ്ഗി നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ് തെറ്റിച്ചാൽ തന്നെ നിങ്ങളുടെ അടുത്ത് സാധനം എത്തില്ല. സോ ടു ബി കംപ്ലീറ്റ് ഓൾ ദ റിക്വയർഡ് ഫീൽഡ്സ് മസ്റ്റ് ബി ഫിൽഡ്. ഐ മീൻ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്, ബട്ട് ദ വെരി ബേസിക് തിങ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി വേണ്ടത് ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്. ഓക്കെ, പിന്നെ തേർഡ് പോയിന്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ഇവിടെയും നിങ്ങൾ ഐദർ ആ വേർഡിന്റെ മീനിങ് പഠിച്ച് എക്സാമ്പിൾ പഠിക്കുക. സോ ആക്യുറസി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രിസിഷൻ ആൻഡ് കറക്റ്റ്നെസ്, അതാണ് ഫസ്റ്റ് വൺ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതുക. നിങ്ങൾ എടുക്കുന്ന വാല്യൂസ് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്ന വാല്യൂസ് ആക്യുറേറ്റ് ആയിരിക്കണം, ഇറ്റ് ഷുഡിൻ ബി റോങ്. രണ്ട്, കംപ്ലീറ്റ് ആയിരിക്കണം, ഡേറ്റ കംപ്ലീറ്റ് ആയിരിക്കണം, മിസ്സിംഗ് ഫീൽഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗ്യാപ്പുകൾ വരരുത് ഇൻകംപ്ലീറ്റ് ഡേറ്റയുടെ. ഓക്കെ, കൺസിസ്റ്റൻസി. ഇപ്പൊ ഇവിടെ പറയുമ്പോൾ എന്താണ് കൺസിസ്റ്റൻസി? ബിക്കോസ് വേറെ കുറെ കോണ്ടെക്സ്റ്റ് നമ്മൾ കൺസിസ്റ്റൻസി, നിങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ കൺസിസ്റ്റന്റ് ആണെന്ന് പറയണം, അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് ഇവിടെ ഡേറ്റയുടെ കാര്യത്തിൽ എന്ത് കൺസിസ്റ്റൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. കൺസിസ്റ്റൻസി റെഫേഴ്സ് ടു വെദർ ഡേറ്റ ഇസ് റിലയബിൾ ആൻഡ് കൺസിസ്റ്റന്റ് അക്രോസ് ഡിഫറെന്റ് ഡേറ്റാബേസ് സിസ്റ്റം, അല്ലെങ്കിൽ മേ ബി ഈ ഒരു ഡെഫിനേഷൻ പഠിക്കുന്നതിനാണ് ബെറ്റർ. നിങ്ങൾ അതിന്റെ മീനിങ് മനസ്സിലാക്കുക. സോ ഇപ്പം എൻ്റെ കസ്റ്റമേഴ്സ് ലൈക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു കമ്പനി ഗ്ലോബലാണ്, എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, സോ ഞാനിപ്പോ പർച്ചേസ് ഡേറ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഓക്കെ കൺസിഡർ ചെയ്യണമെങ്കിൽ നിങ്ങളോട് ഡേറ്റ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ്, നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഡേ എഴുതും, ദെൻ മന്ത് ആൻഡ് ദെൻ ഇയർ. മോസ്റ്റ് കണ്ടു വന്നേക്കുന്നത് അങ്ങനെയാണ്. ബട്ട് മേ ബി നിങ്ങളൊരു ജർമ്മൻ കൊളീഗ് അല്ലെങ്കിൽ ആ ഒരു യൂറോപ്യൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആദ്യം ഇയർ, പിന്നെ മന്ത്, പിന്നെ ഡേറ്റ് ആയിരിക്കും അവരുടെ നോർമൽ എന്താ പറയാ സ്ട്രക്ചർ ഓഫ് റൈറ്റിംഗ് എ ഡേറ്റ്. ഓക്കെ, സോ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പം അല്ലെങ്കിൽ ബില്ലിംഗ് ഡേറ്റ് ഒക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ഇഷ്യൂസ്. ഓക്കെ, മേ ബി മന്ത്, ഡേ, ഇയർ വരെയുള്ള രാജ്യങ്ങളാണ് കൺസിഡർ ഈ ഒരു ഫോർമാറ്റിൽ. അങ്ങനെ ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ, അതായത് നിങ്ങൾ ഡിഫറെന്റ് സ്ഥലങ്ങളിൽ ഒരേ സാധനം പല രീതിയിലാണ് എഴുതുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു റോങ് ഡിസിഷൻസ്, റൈറ്റ്? അതാണ് കൺസിസ്റ്റൻസി എന്നൊരു പോയിന്റ് വരാൻ കാരണം. പ്രോപ്പർട്ടീസ് ഓഫ് ഡേറ്റ ഷുഡ് ബി കൺസിസ്റ്റന്റ്. അതെങ്ങനെ നിങ്ങൾ ഓൾറെഡി തന്നെ സെറ്റ് ചെയ്യുക, ഈ ഒരു ബില്ലിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് ഈ ഫോർമാറ്റ് ആണ് ഫോളോ ചെയ്യേണ്ടത്, എന്നാൽ മാത്രമേ നിങ്ങളുടെ ഡേറ്റ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് പോയിന്റ് നമ്പർ 3, കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി റെഫേഴ്സ് ടു വെദർ ദ ഡേറ്റ ഇസ് റിലയബിൾ ആൻഡ് കൺസിസ്റ്റന്റ് അക്രോസ് ഡിഫറെന്റ് ഡേറ്റ സെറ്റ്സ്. ഏത് ഡേറ്റ സെറ്റ് അല്ലെങ്കിൽ ഏത് സിസ്റ്റം അല്ലെങ്കിൽ ഏത് സമയത്താണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലും ആ ടൈപ്പ് ഓഫ് ഡേറ്റ റിലയബിൾ ആവണം. ഓക്കെ, ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ സെയിം ഫോർമാറ്റിലുള്ളതായിരിക്കണം. ഓക്കെ, ഇൻകൺസിസ്റ്റന്റ് ഡേറ്റ ക്യാൻ ഒക്കർ ഇഫ് ദ സെയിം ഡേറ്റ ഇസ് സ്റ്റോർഡ് ഇൻ ഡിഫറെന്റ് ഫോർമാറ്റ്. യൂണിറ്റ്സ് അഗെയിൻ നമ്മളിപ്പോൾ ടെമ്പറേച്ചർ അളക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് കോമൺലി യൂസ് നമ്മുടെ ഇവിടെ ഡിഗ്രി സെൽഷ്യസ് ആണ്.
അല്ലെ, എത്ര ഡിഗ്രി അല്ലെങ്കിൽ AC സെറ്റ് ചെയ്യാൻ പറഞ്ഞ. ബട്ട് കുറച്ച് അമേരിക്കൻ അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് കൺസിഡേർഡ് ഇൻ ഫാരൻഹീറ്റ്, വേറൊരു യൂണിറ്റ് ആണ്. സോ ഇപ്പൊ വെയിറ്റ് തന്നെ നിങ്ങൾ കിലോ അല്ലെങ്കിൽ ഗ്രാം, സോ ഇത് പോലും യൂണിറ്റ്സ് പോലും പല ഡേറ്റ സെറ്റിൽ ഡിഫറെന്റ് ആണെങ്കിൽ നിങ്ങളുടെ ഇൻഫർമേഷൻ തെറ്റാണ്. സോ ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു ഫോർമാറ്റ്, യൂണിറ്റ്സ് അല്ലെങ്കിൽ സിസ്റ്റംസ് ഇൻ ഡിഫറെന്റ് ഡേറ്റ സെറ്റ്സ്. ഇതാണ് കൺസിസ്റ്റൻസി നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഓഫ് ഡേറ്റ. വെരി ഫസ്റ്റ് ഓൺ ആക്യുറസി, രണ്ടാമത് ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്, ആൻഡ് തേർഡ് ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റന്റ്. സോ കൺസിസ്റ്റൻസ്. ദെൻ നാലാമത് റെലവൻസ്. റെലവൻസ് റെഫേഴ്സ് ടു വെദർ ദ ഡേറ്റ ഈസ് അപ്രോപ്രിയേറ്റ് ആൻഡ് യൂസ്ഫുൾ ഫോർ ഇന്റൻഡഡ് പർപ്പസ് ഓർ അനാലിസിസ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ എടുക്കുന്ന ഡേറ്റ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ആവശ്യമുള്ളതാണോ? Data that is irrelevant or unrelated to the task at hand can lead to wasted resource and misinformed decision. നിങ്ങൾ ആവശ്യമില്ലാത്ത ഡേറ്റ കളക്ട് ചെയ്താൽ തന്നെ അത് നിങ്ങളുടെ റിസോഴ്സിനെ വേസ്റ്റ് ചെയ്യാണ്. ആസ് എ റിസോഴ്സ് എന്ന് പറയുമ്പോൾ maybe നിങ്ങളുടെ ടൈം ഒരു റിസോഴ്സ് ആയിട്ട് കരുതാം. അല്ലെങ്കിൽ എനിക്ക് രണ്ടാളെ ഞാൻ സർവേ എടുക്കാൻ വിട്ടു, ആൻഡ് ഞാൻ എടുക്കാൻ വിട്ട ഡേറ്റ ഡിഫറെന്റ് ഫ്രം വാട്ട് ഐ നീഡ് ആണെങ്കിൽ ആ രണ്ടാൾക്ക് കൊടുത്ത ചെലവ് അല്ലെങ്കിൽ അവരുടെ ടൈം ഇതെല്ലാം വേസ്റ്റ് ആയി പോവും. സോ റെലവെന്റ് ആയിരിക്കണം. നിങ്ങൾ എടുക്കാൻ പോകുന്ന ഡേറ്റ ഷുഡ് ബി റെലവെന്റ് ആൻഡ് ഇന്റൻഡഡ് ഫോർ യുവർ പർപ്പസ്. അതാണ് റെലവൻസ് എന്നൊരു പോയിന്റ് ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് ഡേറ്റ വരാൻ കാരണം. സോ ഇൻ എ മാർക്കറ്റ് റിസർച്ച് സർവേ aimed at understanding consumer preferences for a new product, questions about unrelated topics such as political opinion or personal hobby would be irrelevant and distract from the main focus. ഞാൻ പറയാണ്, ഇപ്പൊ എനിക്കൊരു പുതിയ പ്രൊഡക്റ്റ് ഇറക്കാൻ ഒരു ആഗ്രഹമുണ്ട്. മേ ബി പണ്ട് തൊട്ടുള്ളതാണ്. മേ ബി ഞാൻ പറയണം, ഇപ്പൊ പച്ചക്കറി ഇപ്പൊ എല്ലാവരും പോയി കടയിൽ വാങ്ങുന്നു. ബട്ട് മോർ ദാൻ ദാറ്റ് ഞാൻ പച്ചക്കറി അരിഞ്ഞ് കഴുകി വീട്ടിൽ പാക്കറ്റ്സ് ആയിട്ട് എത്തിക്കാം എന്നൊരു ഐഡിയ എന്റെ മനസ്സിൽ വരികയാണ്. ബട്ട് ഐ നീഡ് ടു നോ ഇത് വിജയിക്കുമോ, ആൾക്കാർ ഇത് വാങ്ങുമോ. സോ ഞാൻ ഇത് ഓർത്തു, ലൈക്ക് ബിഫോർ ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ രണ്ടാൾക്കാരെ അസൈൻ ചെയ്യുകയാണ്. നിങ്ങൾ ഇന്ന ഇന്ന ലൊക്കാലിറ്റീസ് പോയിട്ട് ജസ്റ്റ് വീട്ടമ്മമാരോടോ അല്ലെങ്കിൽ വീട്ടിൽ വർക്ക് ചെയ്യുന്നവരോടോ ചോദിക്കുക, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വാട്ട് ഈസ് യർ ഇംപ്രഷൻ അബൌട്ട് ഇറ്റ്. കോസ്റ്റ് ആണോ, അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ വീട്ടിലെത്തും എന്നാണോ, അതോ ഓവറോൾ നിങ്ങൾ കടയിൽ പോയി വാങ്ങിച്ച് കുക്ക് ചെയ്യുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് വേണം. സോ ഞങ്ങൾ ഇതൊരിക്കലും വാങ്ങില്ല. അങ്ങനത്തെ ഡേറ്റാസ് വേണം. അല്ലെങ്കിൽ ആ ഒരു സർവേ എടുക്കാൻ വേണ്ടി രണ്ടാൾക്കാരെ വിട്ടു. പോകുന്ന ആൾക്കാർ അവിടെ ചെന്നതിന്റെ പേര് അഗെയിൻ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ വീട്ടു നമ്പർ, ഇറ്റ്സ് ഫൈൻ, നിങ്ങൾക്ക് അത് എടുക്കാം. ബട്ട് നിങ്ങളുടെ പൊളിറ്റിക്കൽ വ്യൂ എന്താണ്, ഏത് പാർട്ടീനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഹോബീസ് എന്താണ്, സൈക്ലിംഗ് ആണോ നീന്തുവാണോ എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഇറെലവെന്റ് ഫോർ വാട്ട് ഐ നീഡ്. അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള ഡേറ്റ അല്ല. ആൻഡ് ഓൾസോ സംസാരിക്കുന്ന കാര്യമില്ല. അപ്പോ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഉദ്ദേശം അതിന് വേണ്ട ഡേറ്റ മാത്രമായിരിക്കണം നിങ്ങൾ കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ എക്സാമ്പിളിൽ നിന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് വുഡ് ലീഡ് ടു വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ മിസ്ഇൻഫോം ഡിസിഷൻ. ഓക്കെ, അതാണ് റെലവൻസ്. പിന്നെ ഇതാണ് ലാസ്റ്റ് 3 പോയിന്റ്സ്. accessibility. Accessibility refers to how easily the data can be accessed, retrieved, and used by authorized users. Again, good data accessibility ensures that stakeholders can quickly obtain the data they need to make decisions. ആ പോയിന്റ് വേണ്ട. മേ ബി ദ വെരി ഫസ്റ്റ് പോയിന്റ്, ആക്സസിബിലിറ്റി. നിങ്ങൾക്ക് ഒരു ഡേറ്റ വേണം, ബട്ട് അത് എടുക്കാനുള്ള ഓത്തറൈസേഷൻ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് അത് ഇപ്പം മേ ബി ഒരു കമ്പനിയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ തന്നെ എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവർ അറിയേണ്ട, എംപ്ലോയീസ് വർക്ക് ചെയ്യേണ്ട ആൾക്കാർ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവരെ റിക്രൂട്ട് ചെയ്യുന്നവർ അറിയേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ. സോ ഒരു എംപ്ലോയറിന്റെ എന്താ പറയാ, ഇപ്പൊ ഞാൻ നിയമിക്കുന്ന ഒരാൾക്ക് അവർക്ക് ഇന്ന് ഇത്ര സാലറി ആണ് മേ ബി ഈവൻ സാലറി നിങ്ങൾ കൺസിഡർ ചെയ്യുക. പലർക്കും പല സാലറി ആയിരിക്കും ഞാൻ കൊടുക്കുന്നത് ബേസ്ഡ് ഓൺ ദെയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കമ്പനിയിൽ പല എംപ്ലോയീസ് ഉണ്ട്, അവരുടെ എക്സ്പീരിയൻസിനെ വെച്ചിട്ട് ഞാൻ അവർക്കൊരു സാലറി പാക്കേജ് കൊടുക്കുകയാണ്. അതിലെല്ലാത്തിലും നിങ്ങൾ കണ്ടിട്ടുണ്ട് സാലറി പാക്കേജിലൊക്കെ ആണെങ്കിൽ കോൺഫിഡൻഷ്യൽ എന്ന് എഴുതും, ഡോണ്ട് ഷെയർ വിത്ത് അതേഴ്സ്. ബിക്കോസ് അത് ഞാൻ അറിഞ്ഞിരിക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ എംപ്ലോയർ അറിഞ്ഞിരുന്ന ഡേറ്റയാണ് ഇവർക്ക് ഇതിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡസ് മീൻ അപ്പോ ഞാനൊരു എംപ്ലോയി ആണെന്നിരിക്കട്ടെ ഒരു കമ്പനിയിൽ, ഞാൻ പോയിട്ട് എൻ്റെ മാനേജറിനോട് ചോദിക്കുകയാണ് അവൻ എന്തുമാത്രം സാലറി കൊടുക്കുന്നുണ്ട് എന്ന്. ആ മാനേജറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് നോട്ട് ബൗണ്ട് ടു അത് ഷെയർ ചെയ്യാനുള്ള അധികാരം പുള്ളിക്ക് ഇല്ല. ബിക്കോസ് അത് കോൺഫിഡൻഷ്യൽ വിത്ത് ദ കമ്പനിയാണ്. ഓക്കെ, ബട്ട് എനിക്ക് ആ ഡേറ്റ കിട്ടുന്നില്ല. ഐ മീൻ കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അവർ പറയും, ബട്ട് അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ മാനേജറിന്റെ അടുത്ത് അല്ലെങ്കിൽ കമ്പനിയുടെ അടുത്ത് പോയി ചോദിക്കുകയാണ് അവൻ എത്ര കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് എത്ര കൊടുക്കുന്നു. ദേ വോണ്ട് ഷെയർ.
അപ്പോൾ എനിക്ക് ആ ഡേറ്റ ആക്സസിബിൾ അല്ല. സെയിം തിങ് ആണ് ഇവിടെയും വരുന്നത്. ഡേറ്റ ആക്സസിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ, നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ആ ഡേറ്റ എന്തുമാത്രം ഈസിലി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം, അങ്ങനത്തെ ടോപ്പിക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ആക്സസിബിലിറ്റി എന്ന പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ഡേറ്റ. ഓക്കെ, ആർ യു എന്താ പറയുക, ഓത്തറൈസ് ടു ഹാവ് ദാറ്റ് ഡേറ്റ, അല്ലെങ്കിൽ ആ റിട്രീവ് ചെയ്യാൻ എന്തുമാത്രം ഡിലേ ഉണ്ട് എന്നുള്ളതൊക്കെ. പിന്നെ വാലിഡിറ്റി. വാലിഡിറ്റി റെഫേഴ്സ് ടു ദ എക്സ്റ്റെന്റ് ടു വിച്ച് ഡേറ്റ ആക്യുറേറ്റ്ലി മെഷേഴ്സ് വാട്ട് ഇറ്റ് ഈസ് ഇന്റൻഡഡ് ടു മെഷർ. എഗെയിൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ ദേ ആർ ഗിവൺ ഒരു ബ്യൂട്ടിഫുൾ സാധനം. ഞാൻ മേ ബി ജസ്റ്റ് സെക്കൻഡ്. സോ മേ ബി ഞാൻ ഇന്നത്തെ ഐ മീൻ എൻഡിൽ, ഈ ക്ലാസ്സിന്റെ അവസാനം ഞാൻ നിങ്ങളോട് പറയാണ് ഈ ക്ലാസ്സിനെ ഒന്ന് റിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ദേ ഇങ്ങനെ ഒരു ഔട്ട് ഓഫ് 5. ഓക്കെ, ഔട്ട് ഓഫ് 5 എന്നെ റേറ്റ് ചെയ്യാൻ ഞാൻ പറയുകയാണ് ഈ ക്ലാസ്സിനെ. സോ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ റേറ്റ് ചെയ്യണ്ട, ബട്ട് ജസ്റ്റ് നിങ്ങളൊരു ഗസ് ഇടുക. നിങ്ങൾ ഗസ് ചെയ്തിട്ട് മോശമാണെങ്കിൽ അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ നിങ്ങൾ എന്ത് റേറ്റ് ചെയ്യും, മോശമാണെങ്കിൽ നിങ്ങൾ എന്തുമാത്രം റേറ്റ് ചെയ്യും എന്നുള്ള ജസ്റ്റ് ചാറ്റിലൊന്നും ഇടാവോ. ലൈക്ക് 1 to 5 എന്നൊരു സ്കെയിലിൽ മോശമാണെങ്കിൽ നിങ്ങൾ എങ്ങനെ റേറ്റ് ചെയ്യും, വാട്ട് വാല്യൂ വുഡ് യു ഗീവ് എന്ന് ചാറ്റിൽ ഉള്ളവർ ജസ്റ്റ് ഒരു നമ്പർ ഇടാനല്ലേ ഉള്ളൂ. 1. ഓക്കെ, ഒരാളിട്ടു. 2. മോശമാണെങ്കിൽ നിങ്ങൾ എന്തുമാത്രം റേറ്റ് ചെയ്യും. 1. ഓക്കെ, ഓക്കെ, മേ ബി 1 to 1 എന്നുള്ള നിങ്ങളുടെ രീതിയിൽ ഇട്ടു. ബട്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങളുടെ അടുത്ത് റേറ്റ് ചെയ്യാൻ പറഞ്ഞു, ബട്ട് ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് ഏറ്റവും ലെസ് ഗ്രേഡിംഗ് സിസ്റ്റം ഞാൻ ഇപ്പൊ എന്താണ് ഇവിടെയാണ് ഞാൻ പുവർ എന്നോ ഇവിടെയാണ് എക്സലന്റ് എന്നോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, എക്സലന്റ് എന്ന് നിങ്ങൾ വല്ലോ കൺസിഡർ ചെയ്തോളൂ. ഓക്കെ, സോ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചപ്പോൾ നിങ്ങൾ 1 എന്നിട്ടു, വിച്ച് ഈസ് ലൈക്ക് ഏറ്റവും മോശം 1 എന്ന്. ബട്ട് മേ ബി നിങ്ങൾ ഞാനിത് ഇവിടെയാണ് എക്സലന്റ് എന്നിരുന്നെങ്കിലോ, ഇവിടെയാണ് എക്സലന്റ് ലൈക്ക് 1 ആയിരുന്നു ഏറ്റവും അടിപൊളി എന്നുള്ള എൻ്റെ സ്കെയിലിംഗ് സിസ്റ്റം, ആൻഡ് ഇതാണ് പുവർ എന്നിരുന്നെങ്കിൽ നിങ്ങൾ 5 അല്ലെങ്കിൽ 4 കൊടുക്കേണ്ടി വന്നേനെ, റൈറ്റ്? സോ ഞാൻ ഒരിക്കലും ആ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടില്ല, അല്ലേ? ബട്ട് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ അതിനെ ഒരു ഇത് നോർമലായിട്ട് നമ്മൾ കാണുന്ന പോലെ നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്ത് അങ്ങ് ഒരു വാല്യൂ ഇട്ടു, റൈറ്റ്? നിങ്ങൾക്ക് ആ പോയിന്റ് കിട്ടുന്നില്ലേ? സോ വാലിഡിറ്റിയുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡിറ്റി റെഫർ ടു വിച്ച് ദ ഡേറ്റ ആക്യുറേറ്റ്ലി മെഷേഴ്സ് വാട്ട് ഇറ്റ് ഈസ് ഇന്റൻഡ് ടു മെഷർ. ഇതിൽ എക്സാമ്പിൾ, ഇവിടെ എക്സാമ്പിൾ തന്നെ അതായിരുന്നു. ഇഫ് എ സർവേ ആസ് പാർട്ടിസിപ്പൻസ് റേറ്റ് ദർ സാറ്റിസ്ഫാക്ഷൻ വിത്ത് എ സർവീസ് ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10, ബട്ട് ദ യൂസസ് ആൻ അൺക്ലിയർ ക്വസ്റ്റ്യൻ ലൈക്ക് ഹൗ ഡു യു ഫീൽ അബൌട്ട് അവർ സർവീസ് വിത്തൗട്ട് ഡിഫൈനിങ് സാറ്റിസ്ഫാക്ഷൻ ക്ലിയർലി. അതായത് ആ ഒരു സ്കെയിലിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് ഞാൻ പ്രോപ്പറായിട്ട് പറയുന്നില്ല. ദെൻ ദ ഡേറ്റ കളക്റ്റഡ് മേ ബി ഇൻവാലിഡ്. ഇപ്പൊ നിങ്ങൾ 1 ഇട്ടു, ബട്ട് ഞാൻ 1 എക്സലന്റിനും 5 പൂറിനും ആയിരുന്നു കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ തന്ന ഡേറ്റ ഇൻവാലിഡ് ആയി മാറി, റൈറ്റ്? സോ ഈ പോയിന്റ് കിട്ടുന്നില്ലേ നിങ്ങൾക്ക്? ചാറ്റ് ഉപയോഗിക്കാം കേട്ടോ ഈ പോയിന്റ്. ഓക്കെ, ഞാൻ ഇമോജീസ് വരെ കാണുന്നു. ഗുഡ്. യാ, അപ്പോൾ പോയിന്റ് ഓഫ് വാലിഡിറ്റി അതാണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ കളക്ട് ചെയ്യുന്ന വാലിഡ് ആയിരിക്കണം, അതിനുള്ള പ്രോപ്പർ കോണ്ടെക്സ്റ്റുകൾ നിങ്ങൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്തിരിക്കണം. ഓക്കെ, സോ അതാണ് 6th പോയിന്റ്, അല്ലെങ്കിൽ നോട്ട് പോയിന്റ്, പ്രോപ്പർട്ടി ഓഫ് ഡേറ്റ. ഇറ്റ് ഷുഡ് ബി വാലിഡ്. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മൾ ലൈവായിട്ട് ചെയ്തതും ബട്ട് ഈ എക്സാമ്പിൾ ആയിട്ട് എഴുതിയേക്കുന്നത്. റേറ്റിംഗ് ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10 അല്ലെങ്കിൽ 1 to 5 വിത്തൗട്ട് ഗീവിംഗ് പ്രോപ്പർ കോണ്ടെക്സ്റ്റ് ഓൺ സാറ്റിസ്ഫാക്ഷൻ ലെവൽ, അല്ലെങ്കിൽ ആ ഒരു ഇത് സെറ്റ് ചെയ്യാതെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ലീഡ് ടു ഇൻവാലിഡ് ഡേറ്റ. ഇനി ടൈംലിനെസ്. ടൈംലിനെസ് റെഫേഴ്സ് ടു ദ റെലവൻസ് ഓഫ്, ജസ്റ്റ് 1 second ഗൈസ്, point down. Yeah. Timeliness refers to the relevance of data in terms of
when it is collected and used. For data to be useful, it must be up to date and provided at the right moment when decisions are being made. Again, ഇത് നമ്മൾ ഇടയ്ക്ക് ഒരു സമയത്ത് പറഞ്ഞാണ് ടൈംലിനെസ്. എനിക്ക് അടുത്ത മാസത്തെ അല്ലെങ്കിൽ മേ ബി നിങ്ങൾ സ്റ്റോക്ക് തന്നെ കൺസിഡർ ചെയ്യുള്ളൂ. സ്റ്റോക്ക് അല്ലെങ്കിൽ നിങ്ങൾ മേ ബി വേറെ ആമസോണിൽ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് കണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കുമ്പോൾ കഴിഞ്ഞ മാസം അതിന് 100 രൂപയായിരുന്നു, ഈ മാസം അത് 150ലേക്ക് വന്നു. ബട്ട് മേ ബി നിങ്ങൾ ഏതെങ്കിലും ഒരു മൊമെന്റിൽ കണ്ടിട്ടുണ്ടാവാം അതൊരു 90 റുപ്പീസിലേക്ക് പോയത് നിങ്ങൾ എപ്പോഴോ കണ്ടു ഒരു ദിവസം. സോ നിങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ അത് വാങ്ങാൻ ഒരു പ്ലാൻ ഇടാണ്. സോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ്, ഓക്കെ ഞാൻ മേ ബി അതൊരു അടുത്ത ആഴ്ച പകുതിയാകുമ്പോൾ അത് 90ലേക്ക് വന്നാലോ എന്നുള്ളൊരു ഡിസിഷൻ നിങ്ങൾ ഇങ്ങനെ തിങ്ക് ചെയ്യണം. ബട്ട് ബേസ്ഡ് ഓൺ വാട്ട്, നിങ്ങൾ എപ്പോഴോ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ആഴ്ച അതിനെ 90 എന്നൊരു പോയിന്റിൽ കണ്ടു. ഓക്കെ, ബട്ട് മേ ബി നിങ്ങളതൊരു 2 months ബാക്കിലെ ആ പ്രൊഡക്റ്റിന്റെ എമൗണ്ട് വേരിയേഷൻ നോക്കുകയാണെങ്കിൽ അതൊരു 50 അല്ലെങ്കിൽ 60 റേഞ്ചിൽ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ നോക്കുമ്പോൾ അത് റേഞ്ച് കൂടി 150 വരെ. സോ ഗോയിങ് ടു 30 അത് വളരെ റെയർ ആണ് നൗ ഇനി, ബിക്കോസ് അതൊരു സ്റ്റേറ്റ് ഓഫ് 150 വരെ വന്നു. പ്രൊഡക്റ്റിന്റെ കേസാണ് പറയുന്നത്. സോ പ്രൊഡക്റ്റിന്റെ എമൗണ്ട്. ബട്ട് കഴിഞ്ഞ ആഴ്ചത്തെ വരെ നിങ്ങൾ കൺസിഡർ ചെയ്തത് ഫൈൻ, ബിക്കോസ് അത് വീണ്ടും ആ ഒരു ടൈം കൺസിഡർ ചെയ്ത ലാസ്റ്റ് വീക്ക് കൺസിഡർ ചെയ്ത മേ ബി ഈ ഒരാഴ്ചയും അത് വരാം. ബട്ട് ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു വർഷം മുമ്പത്തെ ആ പ്രൊഡക്റ്റിന്റെ എമൗണ്ട് എടുത്തിട്ട് കാര്യമില്ല, ബിക്കോസ് അത് നിങ്ങളെ റോങ് ഇൻഫർമേഷൻ തരും. സോ ഇതാണ് ടൈംലിനെസ്. നിങ്ങൾ എടുക്കുന്ന ഡേറ്റ എപ്പോൾ എടുക്കുന്നു ആൻഡ് ടിൽ വാട്ട് ടൈം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇത് 7 പോയിന്റ്സ് ആണ് എന്ത് പ്രോപ്പർട്ടീസ് ഓഫ് ഡേറ്റ. ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഡേറ്റ ഒരു ആസ്ട്രസ് ഐ മീൻ ഈ ഒരു സിമ്പിൾ ഉണ്ട് കേട്ടോ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് എന്ന് കരുതുന്നത് വെരി ഇമ്പോർട്ടൻ്റ്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇത് ചോദിച്ചിട്ടുണ്ട്. സോ ആക്യുറസി ഇസ് എ ഫസ്റ്റ് വൺ. നിങ്ങൾ എടുക്കുന്ന ഡേറ്റ ഷുഡ് ബി കറക്റ്റ് ആൻഡ് പ്രിസൈസ്, കംപ്ലീറ്റ് ആയിരിക്കണം. ഇറ്റ് ഷുഡിൻ ഹാവ് ഇൻകറക്റ്റ് ഡേറ്റ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ഡേറ്റ അല്ലെങ്കിൽ ഗ്യാപ്പുകളുള്ള ഡേറ്റ പാടില്ല. ദെൻ കൺസിസ്റ്റൻസി ആസ് ആ വേർഡ് കേൾക്കുമ്പോൾ നമുക്കൊന്നും ഓർമ്മയിലേക്ക് വരില്ല. ബട്ട് ഡേറ്റ് ഓർക്കുക, പല രാജ്യങ്ങളിൽ പല ഡേറ്റ് ഫോർമാറ്റ് ആണ്. ദെൻ കൺസിഡർ ചെയ്യുക, നിങ്ങളൊരു ഒരു സെയിം സാധനം പല സ്ഥലങ്ങളിൽ പല രീതിയിൽ എഴുതിയാൽ ഇറ്റ് ലീഡ്സ് ടു ഇൻകൺസിസ്റ്റൻസി. അതാണ് ഇവിടുത്തെ ഐഡിയ. സോ കൺസിസ്റ്റൻസി റെഫേഴ്സ് ടു വെദർ ഡേറ്റ ഇസ് റിലയബിൾ ആൻഡ് കൺസിസ്റ്റന്റ് അക്രോസ് ഡേറ്റ സെറ്റ് അല്ലെങ്കിൽ സിസ്റ്റം അല്ലെങ്കിൽ ഓവർ ടൈം. റെലവൻസ് എന്തിനു വേണ്ടി എടുക്കുന്നു, ഇവിടെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആണ്. ഞാനൊരു പ്രൊഡക്റ്റ് ഇറക്കാൻ വേണ്ടി വീടുകളിൽ സർവേ എടുക്കാൻ പോകുന്നു. അവരുടെ അടുത്ത് ഹോബി എന്താണ് ഇതൊന്നും ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. സോ അങ്ങനത്തെ റെലവെന്റ് അല്ലാത്ത ഇൻഫർമേഷൻ പാടില്ല നിങ്ങളുടെ ഡേറ്റയിൽ. ഇറ്റ് ക്യാൻ ലീഡ് ടു വേസ്റ്റേജ് ഓഫ് റിസോഴ്സ്. ആ വാക്കുകൾ ഓർത്ത് വെക്കുക ഓരോന്നിനായിട്ട്. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഇതായിരിക്കും, ഓവർ ടൈം അല്ലെങ്കിൽ ഡിഫറെന്റ് ഡേറ്റ സെറ്റിൽ ഇതാണ്, ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റന്റ്. റെലവൻസിന്റെ കാര്യം പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് റെലവെന്റ് അല്ല എങ്കിൽ വേസ്റ്റേജ് ഓഫ് റിസോഴ്സിലേക്ക് ലീഡ് ചെയ്യാം, മിസ്ഇൻഫോം ഡിസിഷൻസ് വരാം. സോ അങ്ങനത്തെ കുറച്ച് ആ എന്താ പറയാ ഇമ്പോർട്ടൻറ്റ് ടേംസ് ഒന്ന് ഓർത്ത് വെക്കുക. വേസ്റ്റേജ് ഓഫ് റിസോഴ്സ് ആ റെലവൻസി മാത്രമാണ് വരുന്നത്. ഓക്കെ, ദെൻ ആക്സസിബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു കമ്പനിയുടെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ മാനേജറിന്റെ അടുത്ത് പോയിട്ട് അവന്റെ സാലറി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ വോണ്ട് ഗീവ്. അപ്പൊ എനിക്ക് ആ ഓത്തറൈസേഷൻ ഇല്ല. സോ നിങ്ങൾക്ക് ഡേറ്റ എടുക്കാനുള്ള ആക്സസിബിലിറ്റി, റിട്രീവ് ചെയ്യാനുള്ള ഓത്തറൈസേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആക്സസിബിലിറ്റിയുടെ ലൈക്ക് അതൊരു പ്രോപ്പർട്ടി ആയിട്ട് വരാൻ കാരണം അതാണ്. പിന്നെ വാലിഡിറ്റി ഇപ്പൊ നമ്മൾ ലൈവായിട്ട് ചെയ്ത പോലെ വാലിഡിറ്റി റെഫേഴ്സ് ടു ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ ഡേറ്റ ആക്യുറേറ്റ്ലി മെഷേഴ്സ് വാട്ട് ഇറ്റ് ഈസ് ഇന്റൻഡ് ടു മെഷർ. ഞാൻ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം എന്തുമാത്രം കറക്റ്റ് ആയിട്ട് ഞാൻ മെഷർ ചെയ്തു. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഈ സ്കെയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, പ്ലസ് അതിന്റെ ആവശ്യമുള്ള എന്താ പറയുക കോൺടാക്ട്സ് ഞാൻ സെറ്റ് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ ആ ഡേറ്റ ഇൻവാലിഡ് ആണ്. ടൈംലിനെസ്, എപ്പോൾ ഞാൻ എടുക്കുന്നു ഡേറ്റ ഉദ്ദേശിക്കുന്ന ടൈം പീരീഡ് എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും ഇസ് എ വെരി ബിഗ് ഫാക്ടർ ഓഫ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓഫ് ഡേറ്റ. എന്തിന് കമ്മിങ് ബാക്ക് ടു ഹിയർ, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? വൈ ഡു യു നീഡ് ദിസ് പ്രോപ്പർട്ടീസ് ഓഫ് ഡേറ്റ? ടു എൻഷുർ ഡേറ്റ ഈസ് യൂസ്ഫുൾ, റിലയബിൾ ആൻഡ് ക്യാൻ ലീഡ് ടു ആക്യുറേറ്റ് ഇൻസൈറ്റ്സ് ഓർ ഡിസിഷൻസ്. നിങ്ങൾ എടുക്കുന്ന ഡേറ്റയുടെ ക്വാളിറ്റി അനുസരിച്ചാണ് നിങ്ങളുടെ ഡിസിഷന്റെ ക്വാളിറ്റി. അതിനാണ് ഈ പ്രോപ്പർട്ടീസ്. സോ ഇത് അതേപടി നിങ്ങൾ ആ വേർഡ്സ് ഓർക്കുക ആൻഡ് അതിനൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ മീനിങ് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടം വരെ ഫൈൻ ആണോ? ഓർ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മേ ബി യു ക്യാൻ യൂസ് ദ ചാറ്റ്.
Guys are fine with this. ഇത്രയും പ്രോപ്പർട്ടീസ് ഓഫ് ഡേറ്റ ഓക്കെ ആണ്. ഓക്കെ. ഓക്കെ, സോ ബാക്ക് ടു വെരി ഫസ്റ്റ് പേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ മീനിങ്, നേച്ചർ, പ്രോപ്പർട്ടീസ്. ഇനീഷ്യൽ ഈ ഒരു സെക്ഷൻ ഇച്ചിരി സ്ലോ ആയിരിക്കും, ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് ഫാസ്റ്റ് ആയി പോകും കേട്ടോ. ലൈക്ക് അത് ബിക്കോസ് ഇതെല്ലാം കുറേ എന്താ പറയുക, യു ആർ സെറ്റിംഗ് ദ ടോൺ ഫോർ ബാക്കി വരാൻ പോകുന്ന കാര്യങ്ങൾ. ഇതൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആസ് ഇൻ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന കുറച്ച് കുറച്ച് ചെറിയ ചെറിയ മൊഡ്യൂൾസ് ആണ്. ബട്ട് ഇവിടെ ഇച്ചിരി ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, സോ മീനിങ് എന്താന്ന് മനസ്സിലായി, നേച്ചർ എന്താന്ന് മനസ്സിലായി. മീനിങ് വാസ് ഡേറ്റ ഇൻഫർമേഷൻ നോളജ്. നേച്ചർ ഓഫ് ഡേറ്റ എന്താണ്? ന്യൂമറിക്കൽ ഡേറ്റ, ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ, ക്വാളിറ്റേറ്റീവ് ഡേറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, സ്ട്രക്ചേർഡ് ഡേറ്റ, അൺസ്ട്രക്ചേർഡ് ഡേറ്റ, ഗ്രാഫ് ഡേറ്റ. പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചത്. പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ആക്യുറസി, ആ 7 പോയിന്റ് മനസ്സിൽ വെക്കുക. ഓക്കെ, ആക്യുറസി, കംപ്ലീറ്റ്നെസ്, കൺസിസ്റ്റൻസി, റെലവൻസ്, ആക്സസിബിലിറ്റി, വാലിഡിറ്റി, ടൈംലിനെസ്. ഓക്കെ, ഇനി സ്കോപ്പ് ഓഫ് ഡേറ്റ അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കോപ്പ് ഓഫ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ റേഞ്ച് ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് അവൈലബിൾ ഫോർ അനാലിസിസ് വിത്ത് എ സ്പെസിഫിക് കോണ്ടെക്സ്റ്റ്. എന്തുമാത്രം ഡേറ്റ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ടു വാട്ട് റേഞ്ച്, അല്ലെങ്കിൽ ഹൗ മച്ച് ഡേറ്റ യു ഹാവ് ടു മേക്ക് ആൻ അനാലിസിസ്. ഇതാണ് സ്കോപ്പ് ഓഫ് ഡേറ്റ. ഓക്കെ, ഇത് ഇച്ചിരി ഞാൻ പറയുകയാണെങ്കിൽ ഡെഫിനേഷൻ വൈസ് ഇതും മനസ്സിലാക്കുന്നതിന്, ഐ മീൻ എഴുതുന്നതിന്, ഐ മീൻ ജസ്റ്റ് ഡെഫിനേഷൻ ബൈ ഹാർട്ട് ചെയ്യുന്നതിന് പകരം യു അണ്ടർസ്റ്റാൻഡ് ദി കോൺസെപ്റ്റ് എന്നിട്ട് അതിന് ഡെഫിനേഷൻ എഴുതുക. ഓക്കെ, സോ സ്കോപ്പ് ഓഫ് ഡേറ്റ അങ്ങനെ വേർഡ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് അതിൽ നിന്ന് ഒന്നും മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റില്ല. ബട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അനാലിസിസ് നടത്താൻ ഹൗ മച്ച് ഡേറ്റ യു ഹാവ്, അല്ലെങ്കിൽ എന്തുമാത്രം ഡേറ്റ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ആ റേഞ്ച് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ഓഫ് ഇൻഫർമേഷൻ എന്താണ്, എന്തുമാത്രം ഉണ്ട് എന്നുള്ളതാണ് സ്കോപ്പ് ഓഫ് ഡേറ്റ. ഓക്കെ, ഇറ്റ് ഡിഫൈൻസ് ദ ബ്രെത്ത് ആൻഡ് ഡെപ്ത് ഓഫ് ദി ഡേറ്റ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹൗ മച്ച് യു ഹാവ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ എന്തുമാത്രം ഡേറ്റ ഉണ്ട്. സോ ഇവിടെ ലിങ്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇച്ചിരൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡേറ്റ എന്തായിരുന്നു? ഒരു ഡേറ്റ ഡിസിഷൻ എടുക്കാൻ വേണ്ടി കൺസിഡർ ചെയ്യുമ്പോൾ അത് ഇന്ന പോയിന്റ്സ് കവർ ചെയ്തിരിക്കണം. ഇറ്റ് ഷുഡ് ബി ആക്യുറേറ്റ്, കംപ്ലീറ്റ് എന്നുള്ളതൊക്കെയാണ്. റൈറ്റ്, വാലിഡ് ആയിരിക്കണം എന്നുള്ളത്. സ്കോപ്പ് ഓഫ് ഡേറ്റ എന്ന് വരുമ്പോൾ, നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു അനാലിസിസ് നടത്താൻ, അവിടെ സെയിം ആസ് ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് എന്തുമാത്രം ഡേറ്റ വേണം, അവിടെ വാട്ട് ക്വാളിറ്റീസ് ഷുഡ് യുവർ ഡേറ്റ ഹാവ്. ഇവിടെ ഹൗ മച്ച് ഡേറ്റ നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം റേഞ്ച്, അല്ലെങ്കിൽ ഓൺ ഡെപ്ത്, അല്ലെങ്കിൽ എന്തുമാത്രം എക്സ്റ്റെൻഡ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. അതാണ് സ്കോപ്പ് ഓഫ് ഡേറ്റ. അവിടെ ഡേറ്റയ്ക്ക് എന്ത് വേണം, ഇവിടെ ഹൗ മച്ച് ഡേറ്റ യു വോണ്ട്. ഇതിനെ എഫക്ട് ചെയ്യുന്ന പോയിന്റ്സ്. ഓക്കെ, അത് ആസ് ഇൻ നിങ്ങളുടെ കയ്യിലുള്ള, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തുമാ, ഐ മീൻ ഹൗ മച്ച് ഡേറ്റ യു ഹാവ് എന്നതിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് 4 പോയിന്റ്സ് ആണ്. സോഴ്സസ്, വെറൈറ്റി, വോളിയം ആൻഡ് ടൈം ഫ്രെയിം. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ ജസ്റ്റ് ഡെഫിനിഷൻ ആയിട്ട് ഫസ്റ്റ് സ്കോപ്പ് ഓഫ് ഡേറ്റ എന്താണെന്ന് എഴുതാൻ പഠിക്കുക. അതാണ് ജസ്റ്റ് ഞാൻ ആ ബോക്സിൽ ഇട്ടായിരുന്നു. ദ സ്കോപ്പ് ഓഫ് ഡേറ്റ റെഫേഴ്സ് ടു ദ റേഞ്ച് ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് അവൈലബിൾ ഫോർ അനാലിസിസ്. ഓക്കെ, ഇതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് സോഴ്സ്, വെറൈറ്റി, വോളിയം ആൻഡ് ടൈം ഫ്രെയിം. ദ സ്കോപ്പ് ഹെൽപ്സ് ഡിറ്റർമൈൻ ദി ഇൻസൈറ്റ്സ് ഓർ കൺക്ലൂഷൻസ് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം ദി ഡേറ്റ. Okay, sources. The scope of data including the sources from which the data is collected. So sources എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ഡേറ്റ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. These sources could vary widely, such as database, survey, social media platform, അല്ലെങ്കിൽ report. Okay, so ഇതാണ് ഫസ്റ്റ് തിങ്. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നു എന്നുള്ളത് ഈസ് എ ബിഗ് പോയിന്റ് ഓഫ് യുവർ എന്തുമാത്രം ഡേറ്റ കിട്ടുന്നു. റൈറ്റ്, സോ നിങ്ങൾക്ക് ഡേറ്റ, നിങ്ങൾ മേ ബി ഞാൻ പറഞ്ഞല്ലേ സർവേ എടുക്കാൻ ആൾക്കാരെ വേണമെന്നു, അത് ഒരു ടൈപ്പ് ഓഫ് ഡേറ്റയാണ്. നിങ്ങൾ പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ റിവ്യൂസ് നിങ്ങൾ നോക്കുന്നു, അത് ഡിഫറെന്റ് സോഴ്സ് ആണ് നിങ്ങളുടെ റിവ്യൂസ് എന്ന് പറയുന്നത്. സോ സർവേ ഒരു സോഴ്സ് ആണ്, റിവ്യൂ ഒരു സോഴ്സ് ആണ്. സോ ഇങ്ങനെ പല സോഴ്സുകൾ, സോ പല സോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ഡേറ്റ കിട്ടുകയാണെങ്കിൽ യു ഹാവ് ലോട്ട്സ് ഓഫ് ഡേറ്റ ബട്ട് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഡേറ്റ. സോ നിങ്ങൾക്ക് എന്തുമാത്രം ഡേറ്റ കയ്യിലുണ്ട് എന്നുള്ളതിനെ എഫക്ട് ചെയ്യുന്ന നമ്പർ ഫസ്റ്റ് പോയിന്റ് ആണ് സോഴ്സസ്. എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടാം നിങ്ങളുടെ ഡേറ്റ. സോ ദ ഡൈവേഴ്സിറ്റി ഓഫ് സോഴ്സസ് വിൽ ഇൻഫ്ലുവൻസ് ദ ഡെപ്ത് ആൻഡ് ക്വാളിറ്റി ഓഫ് ഇൻസൈറ്റ്സ്. പലയിടത്തു നിന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് പല ക്വാളിറ്റിയിലുള്ള, അല്ലെങ്കിൽ കുറെ ഡേറ്റ കിട്ടുമ്പോൾ അതിൽ നിന്ന് ഡിഫറെന്റ് ഇൻസൈറ്റ്സ് നിങ്ങൾക്ക്
മനസ്സിലാക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ പല സ്ഥലത്ത് നിന്ന് കിട്ടുമ്പോൾ. അതാണ് അതുകൊണ്ടാണ് സോഴ്സസ് എന്നുള്ളത് സ്കോപ്പ് ഓഫ് ഡേറ്റയുടെ ഫസ്റ്റ് പോയിന്റ്. The scope of data includes sources from which the data is collected. The sources could vary widely, such as database, surveys, social media platform, അല്ലെങ്കിൽ report. The diversity of sources will influence the depth and quality of insights that can be derived from the data. If you are analyzing customer satisfaction, ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത് റിവ്യൂസ് ആവും, സർവേസ് ആവും, സോഷ്യൽ മീഡിയ ഫീഡ്ബാക്ക് ആവും, കസ്റ്റമർ സപ്പോർട്ട് ലോഗ്. നിങ്ങൾ പ്രൊഡക്റ്റിനായിട്ട് കസ്റ്റമർ സർവീസ് വിളിച്ച് ആൾക്കാർ സംസാരിക്കത്തില്ലേ, ആ സെയിം അവരപ്പോൾ എന്തൊക്കെ കംപ്ലൈൻറ്റ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുപോലും ഒരു ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഡേറ്റയാണ്. ഓക്കെ. പിന്നെ വെറൈറ്റി. സോ ഞാൻ പറഞ്ഞു നിങ്ങൾ പല സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. ഓക്കെ, അവിടെ തന്നെ രണ്ട് വെറൈറ്റീസ് എന്തൊക്കെയാണ്, സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും ഉണ്ട്. ഓക്കെ, നിങ്ങൾ കസ്റ്റമർ കെയർ, നിങ്ങളുടെ കസ്റ്റമർ കെയറിലെ ആൾക്കാരെ വിളിച്ച് സംസാരിക്കുന്നതൊക്കെ ഒരു സ്ട്രക്ചേർഡ് ഡേറ്റയാണ്. ആരൊക്കെ വിളിച്ചു, എപ്പോഴൊക്കെ വിളിച്ചു, എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളതിന്റെ ഡേറ്റ നിങ്ങളുടെ കാണും. പക്ഷെ നിങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലുള്ള ആൾക്കാർ ഈ സാധനം പൊട്ടി, അല്ലെങ്കിൽ ഈ സാധനം ശരിയല്ല, ഇതിന്റെ കളർ ഫെയ്ഡ് ആവുന്നു എന്നുള്ളതൊക്കെ അൺസ്ട്രക്ചേർഡ് ഡേറ്റയാണ്. ബട്ട് സെയിം ഇവിടെ നിങ്ങൾ വീണ്ടും നോക്കുക, നിങ്ങൾക്ക് സ്കോപ്പ് ഓഫ് ഡേറ്റയിൽ എന്തുമാത്രം ഡേറ്റ ഉണ്ടെന്നാണ്. സോ ഇവിടെ ഫസ്റ്റ് വൺ പല സോഴ്സസിൽ നിന്ന് എടുക്കുമ്പോൾ യു ഹാവ് ലോട്ട്സ് ഓഫ് ഡേറ്റ ബട്ട് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഡേറ്റ. ആ വെറൈറ്റീസ് എന്തൊക്കെയാണ്, സ്ട്രക്ചേർഡ് അൺസ്ട്രക്ചേർഡും ആവാം. ഓക്കെ, സോ ആ ടോപ്പിക്ക് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ബട്ട് ഇതാണ് വെറൈറ്റീസ് ഓഫ് ഡേറ്റ, പല സോഴ്സിൽ നിന്ന് എടുക്കുന്നു. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ഉണ്ട്, അതിനെ രണ്ടായിട്ട് തിരിക്കാം, സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ്. ഇനി സ്ട്രക്ചേർഡ് ഡേറ്റ, ഡേറ്റാബേസ് ഓഫ് പ്രൊഡക്ട് സെയിൽസ്. ഓക്കെ, ആ ഒരു ഐഡിയ മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ യെസ്. പിന്നെ വോളിയം, amount of data. The volume refers to how much data is available for analysis. Large volume of data often leads to more comprehensive analysis, but also requires efficient data management and processing technique. വീണ്ടും നിങ്ങൾക്ക് കുറേ ഡേറ്റ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻസ് കൂടുതൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കാം, ബിക്കോസ് യു ആർ ഗെറ്റിംഗ് മോർ ഡേറ്റ. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അനാലിസിസ് ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങളിപ്പം ഡേറ്റനെ ചെറുതാക്കി കുറച്ച് അനലൈസ്, ഇപ്പം 100 കസ്റ്റമേഴ്സിന്റെ കാര്യം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മേ ബി ആ ഡേറ്റ ഇൻകറക്റ്റ് ആവും. ബിക്കോസ് നിങ്ങൾ 2000 പേർക്ക് വിറ്റിട്ടുണ്ട്, എന്നിട്ട് 100 ആൾക്കാരുടെ മാത്രം ഒപ്പീനിയൻ എടുത്താൽ മൈറ്റ് ബി റോങ്. അപ്പൊ നിങ്ങൾ എന്തുമാത്രം നിങ്ങളുടെ വോളിയം ഓഫ് ഡേറ്റ നിങ്ങൾ കളക്ട് ചെയ്യുന്നത്, അത് നിങ്ങളുടെ സ്കോപ്പ് ഓഫ് ഡേറ്റനെ എഫക്ട് ചെയ്യും. പക്ഷെ ഇവിടുത്തെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ കളക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റിസോഴ്സ് വേണം. നിങ്ങളുടെ ഡേറ്റ മാനേജ്മെന്റ് അല്ലെങ്കിൽ ടൂൾസ് ഒക്കെ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആണെങ്കിൽ അത്രയും വലിയ ടൂൾസ് ഒക്കെ ആവശ്യം വേണ്ടി വരും. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങൾക്ക് എന്തുമാത്രം ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അഗെയിൻ നിങ്ങളുടെ ഡിസിഷൻസിനെ കറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്, ബിക്കോസ് ഹൗ മച്ച് ഡേറ്റ യു ഹാവ്. ഓക്കെ, സോ അതാണ് സ്കോപ്പ് ഓഫ് ഡേറ്റയുടെ ഫസ്റ്റ് വൺ. എന്തായിരുന്നു, ഏതൊക്കെ സോഴ്സസ്, പല സോഴ്സസ് ഉണ്ട്, അത് നിങ്ങളുടെ സ്കോപ്പ് ഓഫ് ഡേറ്റനെ എഫക്ട് ചെയ്യും. എന്തൊക്കെ വെറൈറ്റിയിലുള്ള ഡേറ്റ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് എഫക്ട് ചെയ്യും. വോളിയം, ഹൗ മച്ച് ഡേറ്റ യു ഗെറ്റ്. ബട്ട് അതിന് ഒരു പോയിന്റ് എന്താണ്, ഹൗ മച്ച് എഫിഷ്യന്റ് യുവർ ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് പ്രോസസിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ ടൂൾസ് ആർ, ഇതും എഫക്ട് ചെയ്യും. ടൈം ഫ്രെയിം, അഗെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് ഡേറ്റ കണ്ട പോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ സ്കോപ്പ് ഓഫ് ഡേറ്റയിലും ഒരു മേജർ പോയിന്റ് ആണ് ടൈം ഫ്രെയിം. ദ ടൈം ഫ്രെയിം കവേർഡ് ബൈ ദ ഡേറ്റ ഇസ് എ ക്രൂഷ്യൽ ആസ്പെക്ട് ഓഫ് ഇറ്റ്സ് സ്കോപ്പ്. ഡേറ്റ മൈറ്റ് ബി കളക്ടഡ് ഓവർ എ ഷോർട്ട് പീരീഡ് അല്ലെങ്കിൽ എ ലോങ് span of 10 years. The time frame affects the insights you derive from the data, especially when identifying trend, pattern, or changes over time. Okay. മേ ബി ഇവിടെ ഇപ്പം എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സെയിം എസ് ഞാൻ പറയാം, വേറൊരു ഡേ ടു ഡേ ലൈഫിലുള്ള സാധനമാണ് വെതറിന്റെ ഡേറ്റ നിങ്ങൾ എടുക്കുകയാണ്. സോ ലൈക്ക് പാസ്റ്റ് 1 വീക്കിന്റെ എടുത്തിട്ട് കാര്യമില്ല, അടുത്ത ദിവസം എന്താന്ന് പറയാം മേ ബി. ബട്ട് ഒരു ലാസ്റ്റ് 1 ഇയർ 2 ഇയേഴ്സിന്റെ ട്രെൻഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ മാസം മഴ പെയ്യും, ഈ മാസം വെയിലായിരിക്കും എന്നുള്ള ഐഡിയ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, മേ ബി ഒരു 10 ഇയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓവറോൾ പാറ്റേൺ കിട്ടും, ഈ ഒരു സ്ഥലത്ത് എന്തുമാത്രം ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത്. സോ ടൈം ഫ്രെയിം ഈസ് എ ബിഗ് ഫാക്ടർ ഇൻ ദ സ്കോപ്പ് ഓഫ് ഡേറ്റ. 4 പോയിന്റ്സ് ഉള്ളൂ. സോ സ്കോപ്പ് ഓഫ് ഡേറ്റ എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ റേഞ്ച് ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് വാട്ട് ഈസ്, 4 പോയിന്റ് അല്ല, ഒരെണ്ണോടുണ്ട്, ഡെപ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ബട്ട് വിൽ കം ടു ദാറ്റ് ഒന്നുകൂടെ. സ്കോപ്പ് ഓഫ് ഡേറ്റ എന്തുമാത്രം റേഞ്ച് ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ യുവർ അനാലിസിസ്. അതിനെ എന്തൊക്കെ എഫക്ട് ചെയ്യുന്നു, സോഴ്സസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് സോഴ്സസ് നിങ്ങൾക്ക് കിട്ടുന്നു വുഡ് എഫക്ട് ദിസ്. വെറൈറ്റി, ഏതൊക്കെ ടൈപ്പ് സ്ട്രക്ചർഡ് ആൻഡ് അൺസ്ട്രക്ചർഡ് ടൈപ്പ് ഓഫ് ഡേറ്റ നിങ്ങൾക്ക് കിട്ടുന്നു ഇറ്റ് വുഡ് എഫക്ട്. വോളിയം, ഹൗ മച്ച് യു ഗെറ്റ് എന്നുള്ളത് എഫക്ട്, അതിനെ എഫക്ട് ചെയ്യുന്നത് എന്താണ്, നിങ്ങളുടെ ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് ടൂൾസ്. ടൈം ഫ്രെയിം, ഏതൊക്കെ ഷോർട്ട് പീരീഡ് ആണോ ലോങ് പീരീഡ് ആണോ, അല്ലെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിം വുഡ് ഓൾസോ എഫക്ട് യുവർ സ്കോപ്പ് ഓഫ് ഡേറ്റ.
പിന്നെ ഡെപ്ത് ആൻഡ് ബ്രെത്ത്. ഡെപ്ത് റെഫേഴ്സ് ടു ദ ലെവൽ ഓഫ് ഡീറ്റെയിൽ പ്രൊവൈഡഡ് ബൈ ദ ഡേറ്റ. നിങ്ങളൊരു ഡേറ്റേനെ എന്തുമാത്രം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പഠനം നിങ്ങളുടെ റിവ്യൂസിലൊക്കെ ഉണ്ടോ, അതാണ് ഡെപ്ത്. ബ്രെത്ത് എന്തുമാത്രം ആസ്പെക്ട്സ് കവർ ചെയ്യുന്നു. ലൈക്ക് ഓക്കെ, അപ്പോൾ മേ ബി ഇച്ചിരി എക്സാമ്പിൾ വൈസ് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ഇപ്പോൾ അവർ നോക്കുകയാണ് എന്തൊക്കെ ടൈപ്പ് ഓഫ് അസുഖങ്ങളാണ് ഇവിടെ ഉള്ളത്. നോർമലി ആൾക്കാർക്ക് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് നോക്കുമ്പോൾ ഡയബറ്റീസ്, കൊളസ്ട്രോൾ. അപ്പോൾ അവർക്കൊരു ഐഡിയ കാണും ഇതൊക്കെയാണ്. അപ്പോൾ ഇത് ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, ഇത് ബ്രെഡ്ത്ത് വൈസ് നോക്കുകയാണ് നിങ്ങൾ. കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി, ഓക്കെ ഇവിടെ ഈ ഇത്രയും പേർക്ക് ഡയബറ്റീസ് ആണ്, ഇത്രയും പേർക്ക് ഇതാണ്. ബട്ട് നിങ്ങൾ വേറൊരു ടൈപ്പ് ഓഫ് അനാലിസിസ് നടക്കുകയാണ്. ഡയബറ്റിക്സ് ഉള്ള ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണ് കൂടുതലും ഡയബറ്റിക്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ 10 to 25 ഇയേഴ്സ് ഉള്ള ആൾക്കാർ ഒരു 20% ഉള്ളൂ. ബട്ട് ഒരു 25 to 35 ആകുമ്പോൾ അതൊരു 40% ആൾക്കാരിലേക്ക് ഇൻക്രീസ് ആവുന്നു. ഇത് ബ്രെത്ത് ആണ്, സോറി ഡെപ്ത് ആണ്. നിങ്ങൾ ഒരു പർട്ടിക്കുലർ കാര്യത്തെ പറ്റി കൂടുതൽ പഠിക്കുന്നു. ഓക്കെ, സോ ഇതും നിങ്ങളുടെ സ്കോപ്പ് ഓഫ് ഡേറ്റനെ എഫക്ട് ചെയ്യും. ഹൗ ബ്രെത്ത് ആൻഡ് ഡെപ്ത്. നിങ്ങൾ ഒരു ടോപ്പിക്കിനെ പറ്റി പഠിച്ച് അതിനെ തന്നെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഡെപ്ത് ആൻഡ് ബ്രെത്ത് എന്ന് പറഞ്ഞാൽ കുറെ ഒരു റേഞ്ച് ഓഫ് കാര്യങ്ങളെ പറ്റി ഒരുമിച്ച് പഠിക്കാൻ നോക്കുന്നത്. ഓക്കെ, സോ ഇതും സ്കോപ്പ് ഓഫ് ഡേറ്റ ആണ്. ഇവിടെ ഒരു വളരെ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ലെറ്റ്സ് കൺസിഡർ സെയിൽസ് അനാലിസിസ്. കമ്പനി ഒരു ഫസ്റ്റ് വൺ, നിങ്ങൾക്കൊരു സെയിൽസ് അനാലിസിസ്, നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിറ്റതിന്റെ ഒരു അനാലിസിസ് നടത്തണം. ഫസ്റ്റ് തിങ് സോഴ്സ്, അതാണ് നിങ്ങളുടെ ഐഡിയ വരേണ്ടത്. നിങ്ങൾ ഇതിന്റെ സ്കോപ്പ് ഓഫ് ഡേറ്റ എന്തൊക്കെയാണ്, സോഴ്സ് എവിടെ നിന്നൊക്കെ എനിക്ക് കളക്ട് ചെയ്യാം. ട്രാൻസാക്ഷൻ ഡേറ്റ കളക്ട് ചെയ്യാം, കസ്റ്റമർ സർവേ ഫ്രം, പിന്നെ വെബ്സൈറ്റ്, നിങ്ങളുടെ സൈറ്റിൽ എന്തുമാത്രം ആൾക്കാർ വന്നു, സോഷ്യൽ മീഡിയ ഫീഡ്ബാക്ക്, വെറൈറ്റി, എന്തുമാത്രം ടൈപ്പ് ഓഫ് അൺസ്ട്രക്ചേർഡും സ്ട്രക്ചേർഡും ആണ് ഞാൻ പറഞ്ഞത്. സോ ട്രാൻസാക്ഷൻ റെക്കോർഡ്, ഈ സർവേസ് ഒക്കെ ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് ആർ സ്ട്രക്ചേർഡ്. ബട്ട് ഇപ്പം നിങ്ങളുടെ വെബ്സൈറ്റിൽ എത്ര പേര് വന്നു എന്നും ഉള്ളത് സ്ട്രക്ചേർഡ്. ബട്ട് സോഷ്യൽ മീഡിയ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ സർവേസ് ഒക്കെ അൺസ്ട്രക്ചേർഡ് ആണ്. വോളിയം, 5 വർഷത്തിൽ 1 മില്യൺ കസ്റ്റമേഴ്സ് എനിക്ക് ഉണ്ടെങ്കിൽ ഇത്രയും ആൾക്കാരുടെ ഡേറ്റ ഞാൻ കളക്ട് ചെയ്യണം. സോ ഇറ്റ്സ് വോളിയം ഓഫ് ഡേറ്റ. പിന്നെ അല്ലെങ്കിൽ എനിക്ക് ഒരു മാസത്തെ നോക്കണമെങ്കിൽ അത് നോക്കാം, അതും ചെറിയൊരു വോളിയം. ടൈം ഫ്രെയിം, കഴിഞ്ഞ 3 മാസം നോക്കണോ, 5 ഇയേഴ്സ് നോക്കണോ. അഗെയിൻ ഡെപ്ത് ആൻഡ് ബ്രെത്ത്. അഗെയിൻ ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇപ്പം ഒരു മേ ബി എന്താ പറയുക, എറണാകുളത്ത് മാത്രം എന്തുമാത്രം സെയിൽസ് നടന്നു, അഗെയിൻ അത് ഡെപ്ത് ആണ്. അല്ലെങ്കിൽ ഓൾ ഓവർ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിൽ എന്തുമാത്രം നടന്നു, അത് ബ്രെത്ത് ആണ്. ഓക്കെ, സോ അങ്ങനെ ഒരു സെയിൽസ് അനാലിസിസ് ഈ ഡിഫറെന്റ് പോയിന്റ്സ് കവർ ആവുന്നു, ജസ്റ്റ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ. ഓക്കെ, നോ ഗുഡ്. ഓക്കെ, അതെന്തിനാ ചാറ്റ് ഇട്ടെന്ന് ഞാൻ കണ്ടില്ല. ബട്ട് സ്റ്റിൽ ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചാറ്റ് വെക്കണം എന്ന് മൈക്ക് കൺവേർട്ട് ചെയ്ത് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇനി 9:30 ആയി. ഓക്കെ, നമ്മളൊരു 15 മിനിറ്റ്സ് മേ ബി കവർ ചെയ്യാൻ പറ്റുന്ന അത്ര നമുക്ക് കവർ ചെയ്യാം. ഐ വോണ്ട് സേ ടോട്ടൽ, കാരണം അത്ര റഷ് ചെയ്ത് പോയിട്ട് കാര്യമില്ല. Now, ഇവിടെ നമ്മൾ വരുന്നത് സ്കോപ്പ് ഓഫ് ഡേറ്റ ഇപ്പൊ കവർ. സോ ഇത് ഫസ്റ്റ് തിങ് നിങ്ങൾ കഴിഞ്ഞു. ഇനി ടൈപ്സ് ഓഫ് ഡേറ്റ ഇൻ ഫിനാൻസ് ആൻഡ് കോസ്റ്റിംഗ്, മേ ബി ദ നെക്സ്റ്റ് 5 മിനിറ്റ്സ് നമ്മൾ നോക്കാം. ആൻഡ് ദെൻ വിൽ ഹാവ് കവർ ഈ ഡിജിറ്റൈസേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷനും കൂടെ നോക്കാം. ദെൻ വിൽ മേ ബി ഒരു 5 to 10 മിനിറ്റ്സിൽ വിൽ വൈൻഡ് ഇറ്റ് അപ്പ്. ഓക്കെ, ഡിജിറ്റൈസേഷൻ ഓഫ് ഡേറ്റയും കൂടെ അത് മെയിൻ ടോപ്പിക്കാണ്. വിത്ത് റെസ്റ്റ്, ബിക്കോസ് ഇതൊരു ക്രാഷ് കോഴ്സ് ആണ്, മേ ബി വേറൊരു ടൈമിൽ നമുക്ക് ചാർട്ട് ചെയ്യാം ഈ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക, ഈ ഒരു സബ്ജക്റ്റിന്റെ സെപ്പറേറ്റ് ഡിസ്കഷൻസ്. ഓക്കെ, ബട്ട് ഫർദർ ഡിസ്കഷൻസ് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇന്ന് ഇതുവരെ നോക്കാം. ബിക്കോസ് ഈ ഡിജിറ്റൈസേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നൗ, ടൈപ്സ് ഓഫ് ഡേറ്റ ഇൻ ഫിനാൻസ് ആൻഡ് കോസ്റ്റിംഗ്. ബിക്കോസ് ഈ ഒരു ടോപ്പിക് ഇപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് ഡേറ്റ ഓൾറെഡി കണ്ടു, ന്യൂമറിക്കൽ ഡേറ്റ, ക്വാളിറ്റേറ്റീവ് ഡേറ്റ, ഇതെല്ലാം കണ്ടു. സോ ഫിനാൻസ് ആൻഡ് കോസ്റ്റിംഗ് എന്ന് സെപ്പറേറ്റ് ആയിട്ട് പറയാൻ കാരണം നിങ്ങളുടെ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് അതായതുകൊണ്ടാണ്. കൊമേഴ്സ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലായതുകൊണ്ട് വീണ്ടും അവർ ജസ്റ്റ് സിംപ്ലി ഈ ഒരു സബ്ജക്റ്റിൽ ജസ്റ്റ് അവരൊരു കുറച്ചുകൂടെ ടൈപ്സ് ഓഫ് ഡേറ്റ എന്നുള്ള രീതി സ്പ്ലിറ്റ് ചെയ്യാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് തിങ് ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഡേറ്റ. നേരത്തെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്നായിരുന്നു പഠിച്ചത്. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഡേറ്റ എന്നായി. വെരി ഫസ്റ്റ് തിങ്, ജസ്റ്റ് ഫിനാൻസിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഉണ്ട് എന്ന് വെച്ചാൽ നമ്പേഴ്സ് ഇതെല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഡേറ്റ എന്തൊക്കെയാണ് ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, എന്തുമാത്രം ഇൻകം വന്നു, റവന്യൂ എന്താണ്, എക്സ്പെൻസസ് എന്താണ്, ഇതൊക്കെ ലൈക്ക് വിത്ത് റെസ്പെക്ട് ടു ബിസിനസ് സൈഡ് അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ എന്തൊക്കെ ന്യൂമറിക്കൽ ഡേറ്റ ഉണ്ടോ അതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഡേറ്റ. ഓക്കെ, ജസ്റ്റ് ഒരു ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയില്ല, ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന രീതിയിൽ കൊടുത്തേക്കുന്നതാണ്. ബട്ട് മേ ബി നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം 7 മാർക്സിന്. ബട്ട് 7 മാർക്സിൽ ചോദിക്കാൻ കാരണം 2-3 പോയിന്റ്സ് കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഡേറ്റ ഫസ്റ്റ് പോയിന്റ്.
ദെൻ ക്വാളിറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഡേറ്റ. ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഇസ് എന്തായിരുന്നു? നോൺ ന്യൂമറിക്കൽ ആണ്. ടെക്സ്റ്റ് അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ. ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടല്ലേ. മാനേജ്മെന്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ സെയിൽസിന്റെ റിപ്പോർട്ട്, ഒരു ആനുവൽ റിപ്പോർട്ട്, അതൊരു ക്വാളിറ്റേറ്റീവ് ഡേറ്റയാണ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഡേറ്റാസ് കാണും, ലൈക്ക് നമ്പേഴ്സ് ഉപയോഗിച്ച്. ബട്ട് ഓവറോൾ ഒരു റിപ്പോർട്ട് ഒരു ടെക്സ്ച്വൽ ഫോമിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി സിഇഒ നിങ്ങളുടെ അടുത്തൊരു വീഡിയോയിൽ വന്നിട്ട് പറയാണ് ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ നമ്മുടെ വിറ്റുവരവ് എന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റേറ്റീവ് ആണ്. യു ആർ ഗെറ്റിംഗ് ഇൻഫർമേഷൻ, ബട്ട് അതൊരു ന്യൂമറിക്കൽ ഡേറ്റ അല്ല. സമ്മൺ ഇസ് സെയിങ്, ടെക്സ്റ്റ് ആവാം, വീഡിയോ ആവാം, ഇതാവാം. സോ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഡേറ്റ ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഡേറ്റയാണ്. ആനുവൽ റിപ്പോർട്ട് എന്നൊക്കെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ വീണ്ടും ഫിനാൻഷ്യൽ ഡേറ്റ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു? ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ, ഇങ്ങനത്തെ ഡേറ്റകളാണ് ഫിനാൻഷ്യൽ ഡേറ്റ. ഓക്കെ, എന്തുമാത്രം അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ. ഇനി കോസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റ് ഡേറ്റ. നിങ്ങൾ അതായത് ഫിനാൻസ് എന്ന സെഗ്മെന്റിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ഡേറ്റാസ് ആണ് ഫിനാൻഷ്യൽ ഡേറ്റ, ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതൊക്കെ. കോസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റ് ഡേറ്റ, എന്തുമാത്രമാണ് എൻ്റെ റോ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ്, എന്തുമാത്രമാണ് എൻ്റെ ലേബർ കോസ്റ്റ്, അല്ലെങ്കിൽ എന്തുമാത്രം കോസ്റ്റ് കൂടാ എന്നുള്ള ഈ കാര്യങ്ങളില്ലേ, അതാണ് കോസ്റ്റ് ഡേറ്റ. ഓക്കെ, പിന്നെ മാർക്കറ്റ് ഡേറ്റ, എന്തുമാത്രം രൂപയ്ക്കാണ് എൻ്റെ പ്രൊഡക്റ്റ് വിൽക്കേണ്ടത്, അല്ലെങ്കിൽ എന്തുമാത്രം ഡിസ്കൗണ്ട് കൊടുക്കണം, ഇതൊക്കെ മാർക്കറ്റ് ഡേറ്റയാണ്. ഓക്കെ, സോ ഫിനാൻഷ്യൽ ആസ്പെക്ട് വരുന്ന ഫസ്റ്റ് ഒരു മെയിൻ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു: ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഡേറ്റ, ക്വാളിറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഡേറ്റ. ഇനി കുറച്ച് എന്താ പറയുക, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ്. ഫിനാൻഷ്യൽ ഡേറ്റ, ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് വൈസ് ഉള്ള സാധനങ്ങൾ. കോസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റ് ഡേറ്റ, അഗെയിൻ നിങ്ങൾ ആ വാക്ക് വെച്ച് തന്നെ കോസ്റ്റ് ഡേറ്റ, എന്തൊക്കെ കോസ്റ്റുകൾ നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഫിനാൻസിൽ വരാം, പ്രൊഡക്ഷൻ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. മാർക്കറ്റ് ഡേറ്റ, സ്റ്റോക്ക് പ്രൈസ്, നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ്, നിങ്ങൾ എന്തുമാത്രം ഡിസ്കൗണ്ട് കൊടുക്കുന്നു എന്നുള്ളതൊക്കെ. പ്രൊഡക്ഷൻ കോസ്റ്റ്, ഇതൊക്കെ പ്രൊഡക്ഷൻ കോസ്റ്റ് വിൽ ഗോ ടു കോസ്റ്റിംഗ്, ബട്ട് ഈ ടൈപ്പ് ഓഫ് ഡേറ്റ. ബഡ്ജറ്ററി ഡേറ്റ ഇത് ആസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉള്ളതാണ്. സോ അത് വേറെ ഒന്നും എഴുതാൻ പറ്റില്ല. ഇറ്റ്സ് എസ് ഫിനാൻഷ്യൽ ഡേറ്റ, കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് ഡേറ്റ, ബഡ്ജറ്ററി ഡേറ്റ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് വെച്ചിട്ട് ഈ വർഷം എന്തുമാത്രം ബഡ്ജറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ എവിടൊക്കെ അലോക്കേറ്റ് ചെയ്യണം, കഴിഞ്ഞ വർഷം എവിടൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്തു, അത് ഈ വർഷം എവിടൊക്കെ എത്രമാത്രം മാറ്റി സ്പെൻഡ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് ഡിസിഷൻസ് ഒക്കെ ഇല്ല. ഇതൊക്കെ ടേക്ക് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തതാണ്? ബഡ്ജറ്ററി ഡേറ്റയാണ്. ഓക്കെ, പ്ലാൻഡ് എക്സ്പെൻഡിച്ചേഴ്സ്, ആക്ച്വൽ ശരിക്കും കഴിഞ്ഞ വർഷം ഞാൻ എന്തുമാത്രം പ്ലാൻ ചെയ്തു, എന്തുമാത്രം യൂസ് ചെയ്തു, അതിന് ആ ഒരു ഡിഫറൻസ് ഇല്ലേ, ആ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് അടുത്ത വർഷത്തേക്ക് എന്തുമാത്രം കൊടുക്കണം, ഇത് ബഡ്ജറ്ററി ഡേറ്റയാണ്. പിന്നെ കസ്റ്റമർ ആൻഡ് സെയിൽസ് ഡേറ്റ. കസ്റ്റമർ ആൻഡ് സെയിൽസ് ഡേറ്റ കസ്റ്റമർ സെയിൽസ് ഡേറ്റ എന്താണ്? നിങ്ങളുടെ റിവ്യൂസ്, അല്ലെങ്കിൽ എന്തുമാത്രം വിറ്റുപോയി, അല്ലെങ്കിൽ കസ്റ്റമർ കോൾ എന്തുമാത്രം വന്നു എന്നുള്ള ഡേറ്റാസ്. ഏതൊക്കെ സെഗ്മെന്റ് ആണ്, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു ആൾക്കാർ. ഇപ്പൊ മേ ബി ഞാൻ 2-3 കാർ ഇറക്കി, ഒരു കാർ കമ്പനിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ 2-3 സെഡാൻ, SUV ഇതൊക്കെ ഇറക്കിയപ്പോൾ SUV എന്തുമാത്രം ആൾക്കാർ വാങ്ങിച്ചു, സെഡാൻ ആരൊക്കെ വാങ്ങിച്ചു, ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് വാങ്ങിച്ചത് എന്നുള്ള, അല്ലെങ്കിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ എന്റെ കാർ വിറ്റുപോയത് ആസ് എൻ പ്ലേസ്. ഓക്കെ, എന്നുള്ളതൊക്കെ കസ്റ്റമർ ആൻഡ് സെയിൽസ് ഡേറ്റ. ഇങ്ങനത്തെ ഡേറ്റയും ഫിനാൻഷ്യലി നിങ്ങളെ എഫക്ട് ചെയ്യും, ആ ഒരു ഡിസിഷൻ എഫക്ട് ചെയ്യും. സോ ജസ്റ്റ് ഞാൻ പറയാം, ഇത് വളരെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ടൈപ്സ് ഓഫ് ഡേറ്റ ഇൻ ഫിനാൻസ് ആൻഡ് കോസ്റ്റിംഗ് എന്നുള്ളതിൽ ഫസ്റ്റ് വൺ ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഡേറ്റ, ക്വാളിറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഡേറ്റ, ആൻഡ് അഗെയിൻ ഇച്ചിരിയുടെ ഇൻഡെപ്ത് ആയിട്ട് ഫിനാൻഷ്യൽ ഡേറ്റ ആസ് ഇൻ ഇൻകം സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്. കോസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റ് ഡേറ്റ, കോസ്റ്റ് ഡേറ്റ എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർ കോസ്റ്റ്. മാർക്കറ്റ് ഡേറ്റ എന്തൊക്കെയാണ്? സ്റ്റോക്ക് പ്രൈസ്, നിങ്ങളുടെ സാധനത്തിന്റെ പ്രൈസ്, നിങ്ങളുടെ ഡിസ്കൗണ്ട്സ്, ഈ കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ. ബഡ്ജറ്ററി ഡേറ്റ ബേസ്ഡ് ഓൺ യുവർ ലാസ്റ്റ് എക്സ്പെൻസ്, ആക്ച്വൽ എക്സ്പെൻസ്, നിങ്ങൾ ഇനി എത്രമാത്രം ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കസ്റ്റമർ ആൻഡ് സെയിൽസ് ഡേറ്റ, നിങ്ങൾക്ക് കിട്ടിയ റിവ്യൂസ്, നിങ്ങൾ എന്തുമാത്രം വിറ്റു, ഏതൊക്കെ കാറ്റഗറീസ് വിറ്റു, എവിടെയൊക്കെ നിങ്ങൾ സെയിൽ നടന്നു, അല്ലെങ്കിൽ ഇന്ന ലൊക്കാലിറ്റി അല്ലെങ്കിൽ ഇന്ന ഏരിയ എന്തുമാത്രം നടന്നു എന്നുള്ള ഇൻഫർമേഷൻസ്. സോ ഇത് ഞാൻ 2 സ്റ്റാർ ഇട്ടേക്കുന്നു. സോ ഈ ഒരു ടോപ്പിക്കോടെ മേ ബി വിൽ വൈൻഡ് അപ്പ് ഒരു 5 minutes. മാക്സിമം 5 minutes. സോ ഡിജിറ്റൈസേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. സോ ഇത്ര നേരം നമ്മൾ
ടൈപ്സ് ഓഫ് ഡേറ്റ, പ്രോപ്പർട്ടി ആ ഡേറ്റയ്ക്ക് എന്തൊക്കെ വേണം, അല്ലെങ്കിൽ ആ ഡേറ്റ സ്കോപ്പ് ഓഫ് ഡേറ്റ എന്താണ്, ലൈക്ക് ഹൗ മച്ച് ഡേറ്റ യു ക്യാൻ ഗെറ്റ്, അതിനെന്തൊക്കെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള തിങ്സ് വിച്ച് ആർ ആസ്ഡ് പ്രീവിയസ്ലി, നേരത്തെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാംസ് ചോദിച്ചിട്ടുണ്ട്. അതിലെല്ലാത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചേക്കുന്ന ടോപ്പിക്കാണ് ഡിജിറ്റൈസേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. സോ ഡിജിറ്റൈസേഷൻ ഓഫ് ഇൻഫർമേഷൻ, ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ, ആ വേർഡിൽ തന്നെ ഉണ്ട് ഡിജിറ്റൈസേഷൻ. നിങ്ങൾ അതിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ്. സോ ഡിജിറ്റൈസേഷൻ ഇസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ഫ്രം ഇറ്റ്സ് ഒറിജിനൽ അനലോഗ് ഫോം ടു ഡിജിറ്റൽ ഫോർമാറ്റ്. ഇവിടെ ഏറ്റവും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് ആധാർ കാർഡ്. ആധാർ കാർഡിലേക്ക് കൺവേർട്ട് ചെയ്ത ആ സമയം, ദ വെരി ഫസ്റ്റ് ബിഗിനിങ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ക്യൂ ഒക്കെ നിന്ന് നിങ്ങൾ പോയി നിങ്ങളുടെ തമ്പ് ഇംപ്രൻസ്, നിങ്ങളുടെ കണ്ണിന്റെ ഫോട്ടോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈക്ക് നിങ്ങൾ ഇതൊക്കെ അനലോഗ് ഡേറ്റ ആണ്. നിങ്ങളുടെ കണ്ണിന്റെ ഡേറ്റ, നിങ്ങളുടെ തമ്പ് ഇംപ്രൻസ്, ഇതിനൊക്കെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇതാണ് ഡിജിറ്റൈസേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഇപ്പൊ ആ ഡേറ്റ എടുത്തു വെച്ചത് കൊണ്ട് യുവർ ഗവൺമെന്റ് ഈസ് ഏബിൾ ടു എന്തൊക്കെ ചെയ്യാം? അവർക്ക് നിങ്ങളെ ഈസിലി ഐഡന്റിഫൈ ചെയ്യാം. നിങ്ങളുടെ KYC, നോ യുവർ കസ്റ്റമർ, എവിടെയെങ്കിലും വാങ്ങിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലോൺ എടുത്താൽ ഈസിലി നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാം. സോ അങ്ങനത്തെ കുറെ യൂസേജസ് നമ്മുടെ ഗവൺമെന്റിന് വന്നു. സോ അവർ ചെയ്ത ഏറ്റവും വലിയൊരു ഡിജിറ്റൈസേഷൻ വർക്കാണ് ആധാർ കൺവേർഷൻ. ഓക്കെ, സെയിം സാധനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഡിജിറ്റൈസേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ, കൺവേർട്ടിംഗ് അനലോഗ് ഫോമിലുള്ള സാധനങ്ങൾ ടു ഡിജിറ്റൽ ഫോർമാറ്റ്, അതാണ് ഡെഫിനിഷൻ. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്, ഈ ഒബ്ജക്റ്റീവ് നോക്കണ്ട, കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിജിറ്റൈസേഷൻ. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? വൈഡ് സ്പ്രെഡ് ആക്സസ്. ഡിജിറ്റലൈസേഷൻ അലോസ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ടു ബി ആക്സസ് ബൈ ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സ് സൈമൾട്ടേനിയസ്ലി. ഇപ്പോൾ സെയിം അഗൈൻ ആധാർ കാർഡ് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ കേരളത്തിലാണെങ്കിലും നിങ്ങൾ ഇനി നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ട് പോയാലും ദ സെയിം അപ്ലൈസ് എവരിവെയർ. നിങ്ങൾ എവിടെ നിന്ന് ഇപ്പൊ ലോൺ എടുത്താലും, അല്ലെങ്കിൽ ഒരു പുതിയ സിം കാർഡ് എടുത്താലും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാർ ഷോറൂമിൽ പോയാലും നിങ്ങൾക്ക് ഒരു ഐഡന്റിഫിക്കേഷൻ ആയിട്ട് പോലും അത് കൊടുക്കാം. വൈഡ് സ്പ്രെഡ് ആക്സസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ ആധാർ. ഇങ്ങനത്തെ എന്ത് ടൈപ്പ് ഓഫ് ഡിജിറ്റൈസേഷനും നടന്നാൽ ഒരു കുറെ ലാർജർ നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് യൂസ്ഫുൾ ആണ്. സോ അതാണ് വെരി ഫസ്റ്റ്. ഇതുകൊണ്ടാണ് നിങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഉദ്ദേശം. വൈഡ് സ്പ്രെഡ് ആക്സസ് ബൈ ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സ് സൈമൾട്ടേനിയസ്ലി. വിത്ത് ഡിജിറ്റൽ ഫോർമാറ്റ്സ് ഇറ്റ് ബിക്കം ഈസിയർ ടു ഷെയർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇൻഫർമേഷൻ. അഗെയിൻ അതാണ് അതിന്റെ അടുത്ത കാര്യം. നമുക്ക് ഈസിലി ഷെയർ ചെയ്യാം, കുറെ ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ഇതെല്ലാം കൺവീനിയന്റ് ആണ്. സോ ഇതാണ് വെരി ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഡിജിറ്റൈസേഷൻ, വൈഡ് സ്പ്രെഡ് ആക്സസ്. ഡേറ്റ പ്രിസർവേഷൻ, അതാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്. ഡിജിറ്റൈസേഷൻ ഡേറ്റ ഹെൽപ്സ് പ്രിസർവ് ഇൻഫർമേഷൻ ഫോർ എ ലോങ്ങർ പീരീഡ്. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ ഡിജിറ്റൈസേഷൻ പല രീതിയിൽ ചെയ്യായിരുന്നു. ആധാർ കാർഡ് കൺവേർഷൻ ഇപ്പൊ ഗവൺമെന്റ് ഉദ്ദേശിക്കുകയാണ്, നിങ്ങൾ വന്നിട്ട് നിങ്ങൾ കണ്ടല്ലേ, നമ്മൾ കൈ ഇംപ്രൻസ് ഇങ്കിൽ മുക്കിയിട്ട് നമ്മൾ വെക്കുമായിരുന്നല്ലോ, ആ രീതിയിൽ വേണമെങ്കിൽ എല്ലാവരുടെയും എടുത്തു വെക്കായിരുന്നു പേപ്പറിൽ, എന്നിട്ട് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യാം, റൂമിലോ വല്ലോ. ബട്ട് അവിടെ പ്രശ്നം എന്തായിരുന്നു? ഇൻ കേസ് പിന്നീട് ആ ഡേറ്റ റിട്രീവ് ചെയ്യണമെങ്കിൽ കുറെ പേപ്പറുകളിലൂടെ നിങ്ങൾ നോക്കി ആരെങ്കിലും ചെയ്യണമായിരുന്നു. ഓർ മേ ബി കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ആ പേപ്പർ എല്ലാം ദ്രവിച്ചങ്ങ് പോവാം, അപ്പൊ ആ ഡേറ്റ ലോസ്റ്റ് ആയി. സോ ഡേറ്റ പ്രിസർവേഷൻ ആണ് ഡിജിറ്റൈസേഷന്റെ അടുത്ത യൂസ്ഫുൾ. ലൈക്ക് നിങ്ങൾ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ ലോസ് ആവുന്നില്ല, ഒരു പേപ്പറിൽ സ്റ്റോർ ചെയ്യുന്ന പോലൊന്നും അല്ല. സോ അതാണ് അതിന്റെ അടുത്ത ഒബ്ജക്റ്റീവ്. Digital storage is more durable and less prone to degradation compared to physical forms such as paper documents or printed images. നിങ്ങൾ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി പ്രിസർവ് ഫോർ എ ലോങ്ങർ ടൈം. സോ ഇതാണ് കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിജിറ്റൈസേഷൻ. അതിലൊരു സ്റ്റാർ ചെയ്യാനുണ്ട്, ബിക്കോസ് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ഡിജിറ്റൈസേഷൻ ആൻഡ് വാട്ട് ആർ ദ കീ ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ കീ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാൽ ഈ രണ്ട് പോയിന്റ് ആണ് ദേ വുഡ് ബി ലുക്കിംഗ് ഫോർ. സോ വൈഡ് സ്പ്രെഡ് ആക്സസ് ആൻഡ് ഡേറ്റ പ്രിസർവേഷൻ. ഓക്കെ, ഇനി വൈ വി ഡിജിറ്റൈസ്, ഈ ടോപ്പിക് ദ ടെക്സ്റ്റ് യു ഫോളോയിലുണ്ട്. ബട്ട് സെയിം തിങ്സ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈസിലി ഡേറ്റ റിട്രീവ് ചെയ്യാം, നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് ഒരുമിച്ച് ഡേറ്റ ഒരേ സമയത്ത് റിട്രീവ് ചെയ്യാം, റീയൂസ് ചെയ്യാം. പിന്നെന്താ, പല ഇതുണ്ടോ, ഹയർ ഇന്റഗ്രേഷൻ വിത്ത് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റംസ് പലയിടങ്ങളിൽ യൂസ് ചെയ്യാം. ഇപ്പം ആധാർ കാർഡ് തന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ അങ്ങനത്തെ സിസ്റ്റം, അവരുടെ സിസ്റ്റത്തിലേക്ക് ഈസിലി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ബാക്കപ്പുകൾ കുറെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ലെസ് ഫിസിക്കൽ സ്റ്റോറേജ് മതി. ഇപ്പൊ പേപ്പറൊക്കെ ആയിരുന്നു നിങ്ങൾ കുറെ റൂമിൽ അല്ലെങ്കിൽ അങ്ങനെയെല്ലാം സ്റ്റോർ ചെയ്യേണ്ടി വന്നാൽ, ഇതിപ്പോ നിങ്ങൾക്ക് ആകെ ഒരു ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ ഹാർഡ് ഡ്രൈവ്, ഐ മീൻ ആധാർ കാർഡിന്റെ അല്ലാതെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചെറിയ ഡ്രൈവ്സ് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റോറേജ് സ്പേസ് കുറവാണ്.
സോ വൈ വി ഡിജിറ്റൈസ്, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഡിജിറ്റലൈസേഷൻ ഉദ്ദേശിക്കുന്നത്, ഡിജിറ്റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡേറ്റ. ഹൗ ഡു വി ഡിജിറ്റൈസ്, എങ്ങനെയാണ് നമ്മൾ ഇതൊരു ടോട്ടൽ 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് തിങ്, എന്താണ് ഡിജിറ്റലൈസേഷൻ എഴുതുക, സോറി ഡിജിറ്റൈസേഷൻ എന്ന് എഴുതുക. ഇറ്റ്സ് ദ കൺവേർഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ടു ഫ്രം അനലോഗ് ഫോം ടു ഡിജിറ്റൽ ഫോർമാറ്റ്. എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് എഴുതുക. വൈഡ് സ്പ്രെഡ് ആക്സസ് ആൻഡ് ഡേറ്റ പ്രിസർവേഷൻ. ഇനി ഇത് വേണ്ട, ഹൗ ഡു വി ഡിജിറ്റൈസ്, എങ്ങനെയാണ് ഡിജിറ്റൈസ് ചെയ്യുന്നത്. അതിന് ഈ ഒരു 6 മെയിൻ പ്രോസസ്സസ് ഫോളോ ചെയ്യണം. ഈ ഒരു പ്രോസസ്സോട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വിൽ വൈൻഡ് അപ്പ് ദി സെഷൻ. ഓക്കെ, so process of digitization can be divided into 6 main phases: justification of the project, assessment, planning, digitization activity, care of records and evaluation. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയിട്ട് we will see and we will close the subject. So first one, justification. എന്തിനു വേണ്ടി ചെയ്യുന്നു? ഓക്കെ, അതാണ് ഈ ഒരു ഡിജിറ്റൈസേഷൻ എന്നൊരു വർക്ക് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത്. ഈസ് ഇറ്റ് റിയലി റിക്വയർഡ്? ഞാൻ പറയാം, ആധാർ കാർഡ് എന്നൊരു സാധനം അത്രയും റിസോഴ്സ് മുടക്കി ഗവൺമെന്റ് ചെയ്യുകയാണ്. കുറെ സെന്ററുകൾ എടുക്കുന്നു, കുറെ ആൾക്കാർക്ക് ഇമെയിൽസ് ഇതൊക്കെ അയക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ഇന്ന സമയത്ത് വരണം എന്നുള്ളത് കഷ്ടപ്പെട്ട് അവർ സെറ്റ് ചെയ്യുന്നു. കുറെ വർക്കേഴ്സിനെ വെച്ച് അവർ ആ ഫോട്ടോ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു, ഈ സമയം സ്പെൻഡ് ചെയ്യുന്നു, കുറെ ഫണ്ട് അതിലേക്ക് ഇറക്കുന്നു. ഇത് സോ ഈ ഇത്രയും കോസ്റ്റ് ഉള്ള ഒരു പ്രൊജക്ട് എടുക്കണോ വേണ്ടയോ? ഇതിന്റെ ബെനിഫിറ്റ്സ്, ഡസ് ദിസ് ബെനിഫിറ്റ്സ് ഈസ് മോർ ദാൻ ദ കോസ്റ്റ് യു ആർ സ്പെൻഡിങ്, അല്ലെങ്കിൽ റിസോഴ്സ് യു ആർ സ്പെൻഡിങ് എന്നുള്ളതിനെ നിങ്ങൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യണം. അല്ലാതെ ഇപ്പൊ ആധാർ കാർഡ് ഞാൻ എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് വെച്ചു, തമ്പ് ഇംപ്രൻസ് എടുത്ത് വെച്ചിട്ട് ഇതൊരിടത്ത് യൂസ് ചെയ്യാൻ ഇല്ല എന്നാണെങ്കിൽ വൈ ഷുഡ് ഐ, എന്തിനു വേണ്ടി ഞാൻ ചെയ്യണമായിരുന്നു? അത് വേണ്ട. സോ ഫസ്റ്റ് തിങ്, നിങ്ങൾ ഡിജിറ്റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ ഈസ് യൂസ്ഫുൾ ഫോർ ഫ്യൂച്ചർ. അത് എടുത്തു വെച്ചത് കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഡസ് ആ വാല്യൂ ഇൻക്രീസ്ഡ് ആണോ കമ്പയർഡ് ടു യുവർ കോസ്റ്റ് അല്ലെങ്കിൽ റിസോഴ്സസ്? അതാണ് ഫസ്റ്റ് വൺ. സോ ഡിജിറ്റൈസേഷൻ ഫസ്റ്റ് ഫേസ് എന്താണ്? ജസ്റ്റിഫിക്കേഷൻ. സെക്കൻഡ് വൺ, അസസ്മെന്റ്. എന്തൊക്കെ വേണം? സെക്കൻഡ് വൺ, നിങ്ങളിപ്പോൾ തീരുമാനിച്ചു, ഓക്കെ ഞാനത് ഈ ഡേറ്റനെ കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്, ഇനി എന്തൊക്കെ എനിക്ക് വേണം? അതാണ് അസസ്മെന്റ്. ഡിസൈഡ് വിച്ച് ഡേറ്റ നീഡ്സ് ടു ബി ഡിജിറ്റൈസ്ഡ്. എന്തൊക്കെ ഡേറ്റ ഡിജിറ്റൈസ് ചെയ്യണം? ഇപ്പം ആധാർ കാർഡിന്റെ എക്സാമ്പിൾ കൂടുതലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ആധാർ കാർഡ് പറയുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ണിന്റെ ഡേറ്റയും ഫിംഗർ പ്രിന്റ്സും ആണ് എടുത്തത്. ആസ് ഫോർ ഇപ്പം നിങ്ങളുടെ ഫുൾ പാം വെക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ചോദിച്ചില്ലല്ലോ. ബിക്കോസ് അത് ഇറലവന്റ് ഡേറ്റ ആണ്. എന്ത് ഡേറ്റയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുടിയുടെ കളർ എന്താണ്, അങ്ങനെ ഒന്നും ആരും ചോദിച്ചില്ല. മുടി ഉണ്ടോ ഇല്ലയോ, അങ്ങനത്തെ കാര്യങ്ങളല്ല വേണ്ടിയിരുന്നത്. സോ വാട്ട് ഡേറ്റ യു നീഡ്, വാട്ട് ഡേറ്റ ഷുഡ് ബി ടേക്കൺ എന്നുള്ള അസസ്മെന്റ്. അതാണ് ഡിസൈഡ് വിച്ച് ഡേറ്റ നീഡ്സ് ടു ബി ഡിജിറ്റൈസ് ബേസ്ഡ് ഓൺ കണ്ടന്റ് ആൻഡ് കോണ്ടെക്സ്റ്റ്. ഇവാലുവേറ്റ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. എത്ര പേര് എനിക്ക് ഈ ഒരു ആവശ്യത്തിന് വേണം, എന്തുമാത്രം സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ചെലവുകളുണ്ട്, അതിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ, ഞാൻ എടുത്ത ഡേറ്റ അഗെയിൻ സൈബർ അറ്റാക്സ് ചെയ്യുന്ന നിങ്ങൾ എടുത്ത ഡേറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യും സച്ച് ദാറ്റ് വേറെ ആരും എടുത്തില്ല. ഇപ്പൊ ഞാൻ പറയാം, ആധാർ കാർഡിന്റെ ഡേറ്റ ലീക്ക് ആയാൽ വേറൊരു രാജ്യം എടുക്കുകയാണെങ്കിൽ, ഹൗവർ ബൈ സൈബർ അറ്റാക്സ്, അവർക്കൊരു രാജ്യത്തെ എല്ലാ ആൾക്കാരുടെയും ഡേറ്റ, ഫിംഗർ പ്രിന്റ്സ് എല്ലാം ഉണ്ട്, കിട്ടും. വിച്ച് ഈസ് വെരി, എന്താ പറയാ, ഒരു വലിയൊരു ഇഷ്യൂ ആണ്. സോ അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇഫ് ദ ഗവൺമെന്റ് ഈസ് ടേക്കിംഗ്, അല്ലെങ്കിൽ ഞാൻ എടുക്കുകയാണെങ്കിൽ എങ്ങനെ അതിനെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യും വിത്തൗട്ട് എനി റിസ്ക്, ഇതും അസസ്മെന്റിൽ വരുന്നതാണ്. സോ ഫസ്റ്റ് വൺ, എന്തിനു വേണ്ടി ഞാൻ ചെയ്യുന്നു. സെക്കൻഡ് വൺ, എന്തൊക്കെ എനിക്ക് വേണം. തേർഡ് വൺ, പ്ലാനിങ്. ക്രിയേറ്റ് എ ഡീറ്റെയിൽഡ് പ്രൊജക്ട് പ്ലാൻ. ഇപ്പം അഗെയിൻ ആധാർ കാർഡ് നമ്മൾ പ്ലാൻ എടുത്തു, ആൾക്കാർ ഇത്ര എനിക്ക് വേണമെന്ന്, ഇനി ഞാൻ എങ്ങനെ ഇത് നടപ്പാക്കും? സോ ഇന്ന ആൾക്കാർക്ക് ഇന്ന ഡേറ്റിൽ നിങ്ങൾ വരണം, നിങ്ങൾ ഈ ഒരു സമയത്ത് അപ്രോച്ച് ചെയ്യണം എന്നുള്ള പ്ലാനിങ് ഇല്ലേ, അതാണ് ഇവിടെ. ക്രിയേറ്റ് എ ഡീറ്റെയിൽ പ്രൊജക്ട് പ്ലാൻ, ഡിജിറ്റൈസേഷൻ അപ്രോച്ച്. അതാണ് എന്നൊക്കെ എപ്പോഴൊക്കെ ചെയ്യാം, എന്ത് ചെയ്യണം, ഏതൊക്കെ റിസോഴ്സസ് വേണം, ടെക്നിക്കൽ സ്പെക്ക് എന്താണ്, റിസ്ക് മാനേജ്മെന്റ് ഞാൻ എങ്ങനെ ചെയ്യും, ലൈക്ക് ഇത് എവിടെ സ്റ്റോർ ചെയ്യും എന്നുള്ള പ്ലാനിങ്. ഡിസൈഡ് ഇഫ് ദ വർക്ക് വിൽ ബി ഡൺ ഇൻ ഹൗസ് ഓർ ഔട്ട്സോഴ്സ്. ഞാൻ തന്നെ എൻ്റെ ആൾക്കാരെ വെച്ച് ചെയ്യുമോ, അത് ഇത് ചെയ്യുന്ന വേറൊരു കമ്പനിയെ ഏൽപ്പിക്കണം? അപ്പോൾ അങ്ങനെ വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം ചെലവുണ്ട്, അത് എന്നെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ചെലവാണോ എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അതാണ് ഫേസ് 3. ഓക്കെ, സോ ഫേസ് 1 ജസ്റ്റ് എന്തിനു ചെയ്യുന്നു, എന്തൊക്കെ വേണം, പ്ലാനിങ്, എങ്ങനെ ഞാനത് എക്സിക്യൂട്ട് ചെയ്യും, ഡിജിറ്റൈസേഷൻ ആക്ടിവിറ്റീസ്. അതാണ് ഫേസ് 4. ക്യാപ്ചർ ഡേറ്റ, കണ്ടക്ട് ക്വാളിറ്റി ചെക്സ് ആൻഡ് പെർഫോം എഡിറ്റിംഗ്. നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്യാണ്, അപ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ടാവണം. ആധാർ കാർഡിന്റെ ഫോട്ടോസ് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും ക്വാളിറ്റിയുള്ള പടങ്ങൾ കണ്ടിട്ടില്ല. ബട്ട് ഫിംഗർ പ്രിന്റ്സ് ആൻഡ് ഐ സ്കാനർ അതൊക്കെ പ്രോപ്പറായിട്ട് അവർ എടുത്തിട്ടുണ്ട്. അത്
ഓക്കെ, അപ്പൊ ക്വാളിറ്റി ഉള്ള സാധനം ഇപ്പൊ ഫിംഗർ പ്രിന്റ് എടുത്തപ്പോൾ അതിന് ക്വാളിറ്റി ഇല്ല എന്നാണ്, ഇറ്റ് ഈസ് നോട്ട് യൂസബിൾ. ബട്ട് എന്റെ യൂസിന് വേണ്ടിയുള്ള രീതിയിലുള്ള ക്വാളിറ്റിയിൽ എനിക്ക് ഡേറ്റ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാണ് ഡിജിറ്റൈസേഷൻ ആക്ടിവിറ്റി. ഫസ്റ്റ് വൺ, നിങ്ങൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ അതിന് ക്വാളിറ്റി ചെക്സ് അത് പാസ്സാവണം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും, ഇറ്റ്സ് ജസ്റ്റ് ഇത് ഇമേജ് റിലേറ്റഡ് ആണ്. ഇത് അല്ലാതെ ഇപ്പൊ ഒരു ഡേറ്റ ആണെങ്കിൽ അതിനനുസരിച്ച് ഓക്കെ അതെന്തൊക്കെ ക്വാളിറ്റി പാസ്സാവണോ അതൊക്കെ പാസ്സായിരിക്കണം when you are taking the data. യൂസ് ടൂൾസ് ലൈക്ക് OCR. ഇത് നിങ്ങൾ അങ്ങനെ ഇപ്പം ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ OCR എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാമെന്ന് മാത്രം ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്താണ്. സേവ് ഇൻ ഫോർ PDF ആയിട്ടാണോ ഫോട്ടോ ആയിട്ടാണോ എങ്ങനെ സേവ് ചെയ്യണം. സ്റ്റോർ ദ ഡേറ്റ ആൻഡ് ഡെഡിക്കേറ്റഡ് സ്റ്റോറേജ് സ്പേസസ്. സോ ഡിജിറ്റൽ ആയിട്ട് നിങ്ങൾ ഡേറ്റേനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഡേറ്റേനെ ഇപ്പൊ വേർഡിൽ സേവ് ചെയ്യാം അല്ലെങ്കിൽ ഇമേജ് ആയിട്ട് സേവ് ചെയ്യാം. സോ ഇങ്ങനത്തെ ആഫ്റ്റർ പ്ലാനിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ടൂൾസ് ഉപയോഗിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസിൽ ക്വാളിറ്റി ഉള്ള സാധനം നിങ്ങൾ സേവ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഫേസ് 4. ലാസ്റ്റ് ടു തിങ്സ്. കെയർ ഓഫ് റെക്കോർഡ്സ്. അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ക്ലാസിഫൈ ഡിജിറ്റൈസ് റെക്കോർഡ്സ്. നിങ്ങൾ ഡേറ്റ എടുത്തു വെച്ചു, എന്നിട്ട് അത് നോക്കാൻ വേണ്ടി ഒരാൾ വേണമല്ലോ. എല്ലാവർക്കും പോയി ആധാർ കാർഡ് എല്ലാവരുടെയും കിട്ടത്തില്ലല്ലോ. ഇറ്റ്സ് ജസ്റ്റ് മേളിലിരിക്കുന്ന ഒരാൾക്ക് ദേ ആർ ഏബിൾ ടു യൂസ് ദിസ് ഡേറ്റ ഫോർ ദ സ്പെസിഫിക് നീഡ്സ് ആൻഡ് അവരാണ് അതിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, ഇത് ലീക്ക് ആവാതെയും അല്ലെങ്കിൽ ഈ ഡേറ്റ എവിടെയും ഫോൾസ് ആയിട്ട് യൂസ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി. സോ ഇതിനെ എങ്ങനെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യും ഈ റെക്കോർഡ്സ്, അതാണ് ഫേസ് 5. നിങ്ങൾ ഡേറ്റ എടുത്തു, അത് കഴിഞ്ഞ് ഇത് ആർക്കൊക്കെ ഇതിന് ആക്സസ് ഉണ്ട്, എങ്ങനെ ഇതിനെ നമ്മൾ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യും. എൻഷുർ പ്രോപ്പർ മെയിൻ്റെനൻസ് ആൻഡ് അപ്കീപ്പ് ഓഫ് ഡിജിറ്റൽ ഫയൽസ്. ഇതിനൊരു ബാക്കപ്പ് സെറ്റ് ചെയ്യുക, അതൊക്കെ ഇവിടെയാണ് വരുന്നത്. നിങ്ങളൊരു ബാക്കപ്പ് വേണം, ബിക്കോസ് ഒറിജിനൽ എടുത്ത ഡേറ്റ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബാക്കപ്പ് വേണം. സോ അതെങ്ങനെ മാനേജ് ചെയ്യും, ആക്സസ് കൺട്രോൾ, ആർക്കൊക്കെ ഈ ഡേറ്റ എടുക്കാം, ഇതൊക്കെയാണ് കെയർ ഓഫ് റെക്കോർഡ്സ് ഫേസ് 5. ആൻഡ് ഫേസ് 6 ഇവാലുവേഷൻ. ഇവാലുവേറ്റ് ദ ഡിജിറ്റൈസ്. നിങ്ങൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇനീഷ്യലി ഞാൻ പറഞ്ഞു പ്ലാനിങ് ആണ്. ചെയ്ത് കഴിയുമ്പോൾ മേ ബി നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ഫണ്ട് ചെലവാകേണ്ടി വന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം അല്ലേ. നിങ്ങളൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപടി പോകണം എന്നില്ല. സോ ആ മെറിറ്റ് ആൻഡ് നിങ്ങൾ എല്ലാം ചെയ്ത് ജസ്റ്റ് അനലൈസ് ചെയ്യണം, റിവ്യൂ ചെയ്യണം. ഞാൻ ചെയ്ത് എന്റെ ഫണ്ട് ഞാൻ ഉദ്ദേശിച്ചിടത്ത് നിന്നിട്ടില്ല, ലൈക്ക് ആ ഒരു കമ്പയർ ടു വോട്ട് യു പ്ലാൻ ആണോ ആൻഡ് ഉദ്ദേശിച്ച ചെലവിനേക്കാൾ കൂടുതൽ പോയോ, ഇതൊരിക്കലും നഷ്ടമാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഈ പ്രൊജക്ട് സക്സസ് ആയോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇത് യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത്. സോ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്നിട്ട് ഏതെങ്കിലും ഡിജിറ്റൈസേഷൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ ലേൺ ഫ്രം യുവർ പാസ്റ്റ് പ്രൊജക്ട്സ്. ഈ ഒരു ഡേറ്റനെ വെച്ച് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ വെച്ച് നിങ്ങൾക്ക് അടുത്ത സാധനം പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാം. സോ ഇതാണ് ഡിജിറ്റൈസേഷൻ. നിങ്ങൾ ഡിജിറ്റൽ അപ്പോൾ 7 മാർക്കിന് ചോദിച്ചാൽ വാട്ട് ഈസ് ഡിജിറ്റൈസേഷൻ എന്നുള്ളത് എഴുതുക. കൺവേർട്ടിംഗ് അനലോഗ് ഫോമിലുള്ള ഡേറ്റ ടു ഡിജിറ്റൽ ഫോർമാറ്റ്. എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്? വൈഡ് സ്പ്രെഡ് ആക്സസ് ആൻഡ് ഡേറ്റ പ്രിസർവേഷൻ. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ അതിനെ ചെയ്യുന്നത്? ഐ മീൻ സോറി, ദ പ്രോസസ് ഓഫ് ഡിജിറ്റൈസേഷൻ. 6 ജസ്റ്റിഫിക്കേഷൻ. വൈ ഡു യു വോണ്ട് ടു ഡു ഇറ്റ്? അതിന്റെ റിസ്ക് അസസ്മെന്റ്, കോസ്റ്റ് അസസ്മെന്റ്. രണ്ടാമത്തെ ഫേസ്, ആരൊക്കെ വേണം, എത്ര ആൾക്കാർ വേണം, സോഫ്റ്റ്വെയർ വേണം, എന്തൊക്കെ ഹാർഡ്വെയർ വേണം, ഇതിന്റെ റിസ്ക് എന്തൊക്കെയാണ്. തേർഡ്, പ്ലാനിങ്. നിങ്ങളെ ഇത് നിങ്ങൾ തന്നെ ചെയ്യുമോ അതോ വേറെ ആർക്കെങ്കിലും കൊടുക്കുമോ? സോ ഇത് എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള പ്ലാനിങ്. ഫോർത്ത് വൺ, ഡു ദ ഡിജിറ്റൈസേഷൻ ആക്ടിവിറ്റി. നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്യും, ബട്ട് അത് ക്വാളിറ്റി ചെക്ക് പാസ്സായിരിക്കണം. ഏത് ഫോർമാറ്റിൽ സേവ് ചെയ്യും, എവിടെ സേവ് ചെയ്യും എന്നുള്ളത്, അല്ലെങ്കിൽ എന്തുമാത്രം സ്റ്റോറേജ് സ്പേസ് വേണം, ആ ആക്ടിവിറ്റീസ് ടേക്ക് കെയർ ചെയ്യുക. കെയർ ഓഫ് റെക്കോർഡ്സ്. ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ ഇത് ആര് മോണിറ്റർ ചെയ്യും, ആര് അഡ്മിനിസ്റ്റർ ചെയ്യും, ഈ ഡേറ്റനെ ആര് മെയിൻറ്റെയിൻ ചെയ്യും, ഈ ഡേറ്റന്റെ ആക്സസ് കൺട്രോൾ ആര് കൺട്രോൾ ചെയ്യും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ. സിക്സ്, ഞാൻ ചെലവാക്കിയ എമൗണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഈ പ്രൊജക്ട് സക്സസ്ഫുൾ ആണോ ആൻഡ് ഇനി ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ വാട്ട് ഷുഡ് ഐ ടേക്ക് കെയർ എന്നുള്ളൊരു ഇവാലുവേഷൻ. ഇതാണ് ഡിജിറ്റൈസേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഓക്കെ, സോ മേ ബി വിൽ വൈൻഡ് അപ്പ് ഇവിടെ ഫോർ ദിസ് മൊമെന്റ്. സോ ഈ ഒരു ഹോൾ മൊഡ്യൂളിന്റെ ഒരു ഹാഫ് ആണ് ഇനി വരുന്നതൊക്കെ. ഈ ഐ ഗസ് ഒരു 10 o'clock നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തേക്കുന്ന ക്ലാസ്സസിൽ എത്തിക്കൽ യൂസ് ഓഫ് ഡേറ്റ ഒക്കെ നിങ്ങൾ കവർ ആവും. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് റഷ് ചെയ്യാതിരുന്നത്. ഈ ഒരു ഇതും ഈ 2 ടോപ്പിക്സ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ബട്ട് ആസ് ഓഫ് നൗ ഫോർ ദിസ് ഈ 1.5 hour സെഷൻ നമ്മൾ ഇവിടം വരെ കവർ ചെയ്തു. ആൻഡ് ഓൾസോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, സ്കോപ്പ് ഓഫ് ഡേറ്റ, ഇതൊക്കെ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഫോർ 7 marks. ഡിജിറ്റൈസേഷൻ ഓഫ് ഡേറ്റ ഇൻഫർമേഷൻ ഈസ് വെരി മസ്റ്റ്. അത് ഒരു റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഹൈലി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ 2 സ്റ്റാർ ഒക്കെ അവിടെ ഇട്ടത്. സോ ഡിജിറ്റൈസേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ, ബിക്കോസ് അത് കംപ്ലീറ്റ്ലി സംതിങ് ന്യൂ ആണ്. നിങ്ങൾ ഇതുവരെ
വേറെ എവിടെ നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല. സോ എങ്ങനെ ഡേറ്റനെ ഡിജിറ്റൈസ് ചെയ്യാം, അതിന്റെ ആ പ്രോസസ്സ് അതേപടി പഠിക്കുക, എന്തുകൊണ്ട് ചെയ്യുന്നു എന്നും പഠിക്കുക. ഓക്കെ. സോ ഇതിലെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? മേ ബി ഒരു 5 minutes ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് നമുക്ക് നോക്കാം. ഡിജിറ്റൈസേഷൻ ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ വന്ന എന്തെങ്കിലും ഡു യു ഹാവ് ഡൗട്ട്സ് ഓർ ഈ ക്ലാസ് നിങ്ങൾക്ക് ഓക്കെ ആണോ? നോ, ക്ലിയർ. ഓക്കെ. യെസ്. ഓക്കെ. മീനാക്ഷി, സന, ഓക്കെ, നിങ്ങളുടെ സൂം പേരുകൾ മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഓക്കെ ആയിരുന്നോ? ക്ലിയർ ആണ്. ഓക്കെ. ബേസിക്കലി ഈ ഒരു ബിഡിഎനെ ഫുൾ പറയുകയാണെങ്കിൽ തിയറട്ടിക്കലാണ്, അപ്പാർട്ട് ഫ്രം ലാസ്റ്റ് കുറച്ച് സെക്ഷൻസിലേക്ക് വരുമ്പോൾ, ലൈക്ക് ലാസ്റ്റ് മൊഡ്യൂൾസിലേക്ക് പോകുമ്പോൾ. അല്ലാതെ ഇനീഷ്യൽ 2 to 3 modules ഇറ്റ്സ് വെരി തിയറട്ടിക്കൽ. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഐ വുഡ് സേ നിങ്ങൾ വായിക്കുമ്പോൾ ആ സാധനം എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കുക, റാദർ ദാൻ ജസ്റ്റ് അതിനെ എന്താ പറയുക ബൈ ഹാർട്ട് ചെയ്യുന്നതിന് പകരം. അങ്ങനെയാണെങ്കിൽ വിത്ത് എക്സാമ്പിൾസ്, ലൈവ് എക്സാമ്പിൾസ് പഠിക്കുക, എന്നിട്ട് അതിന്റെ ഡെഫിനിഷൻ എഴുതാൻ നോക്കുക. ആൻഡ് ഇങ്ങനെ ഇപ്പൊ ഡിജിറ്റൈസേഷൻ അതിന്റെ ആ ഫേസസ് ഒക്കെ ഇല്ല, അത് കുറെ സ്ഥലത്ത് അതേപോലത്തെ കുറെ കാര്യങ്ങളുണ്ട്. ലൈക്ക് ആ പ്രോസസ്സ് അതേപടി പഠിക്കുക, അത് അങ്ങനെ തന്നെ ആ സ്റ്റെപ്സ് പഠിക്കുക, ആൻഡ് യു അണ്ടർസ്റ്റാൻഡ് ദി കോൺസെപ്റ്റ്, എന്നിട്ട് നിങ്ങൾ എഴുതുക. ഇപ്പം ജസ്റ്റിഫിക്കേഷൻ എന്താണെന്നുള്ളത് ഇപ്പം ഡിജിറ്റൈസേഷൻ വരുമ്പോഴാണ് ജസ്റ്റിഫിക്കേഷൻ, അസസ്മെന്റ്, പ്ലാനിങ്, അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് യു റൈറ്റ് ആൻ എക്സാമ്പിൾ. ഈവൻ ആധാർ കാർഡ് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് ആ ഡിജിറ്റൈസേഷന്റെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. സോ ഓക്കെ, സോ ഈ ക്ലാസ്സിൽ നിന്ന് അത്ര മനസ്സിലായെന്ന് തോന്നുന്നു. 4.5